ഒരുമിച്ചായിരിക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവസേനയിലായിരിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളുമായി ഒരുമിച്ച് തിരുവചനം ഹല്ലേലൂയ സംസാരിപ്പാൻ ദൈവം അവസരം നൽകി. അത് നിങ്ങളിൽ പലർക്കും അനുഗ്രഹമായിരുന്നു എന്ന് കേൾക്കുവാൻ അറിയുവാൻ കഴിഞ്ഞു. സ്തോത്രം ചെയ്യുന്നു. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങൾ എന്നെ മറന്നാലും എൻ്റെ മുഖം മറന്നാലും ഞാൻ പ്രസംഗിച്ച വചനം മറക്കരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവവചനം ശുശ്രൂഷിപ്പാൻ കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് എനിക്ക് ഭാഗ്യവും അവസരവും ഒക്കെ നൽകിയിട്ടുണ്ട്. അവയെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യാണ്. ഇന്ന് പകലും ദൈവവചനവുമായി നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗത്തിലേക്ക് ഞാൻ വരുവാൻ ആഗ്രഹിക്കുന്നു. 3-ാം സങ്കീർത്തനം 2-3 വാക്യങ്ങൾ. 3-ാം സങ്കീർത്തനം 2-3 വാക്യങ്ങൾ. അവന് ദൈവത്തിങ്കിൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. നീയോ യഹോവേ, നീയോ യഹോവേ, എനിക്ക് ചുറ്റും പരിചയം, എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും, എന്റെ മഹത്വവും, എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഉയർത്തുന്നവനുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ എൻ്റെ ചിന്ത, പ്രൈസ് ദി ലോർഡ്, പലരും പലതും പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പ്രസംഗത്തിനൊക്കെ ഒരു ഹെഡിങ് ഇട്ടാണ് ഞാൻ പ്രസംഗിക്കാറുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് മെസ്സേജ് ഇന്ന് പകൽ എനിക്ക് പറയാനുള്ള ദൂതിൻ്റെ പേര് പലരും പലതും പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെക്കുറിച്ച് പലരും പലതും പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ജനിച്ച അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ പറയാൻ തുടങ്ങിയതാണ്. ചിലർ പറഞ്ഞു ഇത് പെങ്കൊച്ചാന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ചിലർ പറഞ്ഞു അല്ലടി ഇതാണെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവിടെ തുടങ്ങിയത് ജനിച്ചപ്പോൾ ആ തർക്കം അങ്ങ് തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് വിട്ടില്ല ആളുകൾ. പ്രൈസ് വന്നവൻ പറഞ്ഞു പ്രൈസ് ദി ലോർഡ്, ഇത് മൂക്ക് അപ്പൻ്റെ കൂട്ടിരിക്കുന്നു, അല്ലടാ വല്യപ്പൻ്റെ മൂക്കാണെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ചിലർ പറഞ്ഞു ചെവി ഇന്നാരുടെയാ. പ്രൈസ് ദി ലോർഡ്. നുണക്കുഴി കണ്ടില്ലേ, വെല്ലുമ്മയുടെയൊക്കെ ഇതുപോലൊരു നുണക്കുഴി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പ്രൈസ് ദി ലോർഡ് അന്ന് പറയാൻ തുടങ്ങി. ഓരോരുത്തർ പറയുക, നമ്മളെക്കുറിച്ച് പറയുക. പ്രൈസ് ദി ലോർഡ്. ആദ്യം കരഞ്ഞപ്പോൾ കള്ളക്കരച്ചിൽ കണ്ടില്ലയോ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്നേരം കയ്യെ പിടിച്ചൊന്ന് കുടഞ്ഞപ്പോൾ കുഞ്ഞു പെട്ടെന്ന് ചിരിച്ചപ്പോൾ പറഞ്ഞ് കള്ളക്കരച്ചിലാണെന്ന് പറഞ്ഞു. ഇപ്പോഴും കരയുമ്പോൾ പറയുന്നില്ലേ? പ്രൈസ് ദി ലോർഡ്. പൊട്ടിക്കരഞ്ഞാൽ നിലവിളിച്ചാൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെറുതെ കള്ളക്കരച്ചിലാണ്. ഇങ്ങനെ പറയുക, നമ്മളെക്കുറിച്ച് പറയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദ്യം എഴുന്നേറ്റ് നടന്നപ്പോൾ, മുട്ടയിലെഴിഞ്ഞപ്പോൾ, വീണപ്പോൾ, പ്രൈസ് ദി ലോർഡ്, എഴുന്നേറ്റപ്പോൾ, നടന്നപ്പോൾ, ചിരിച്ചപ്പോൾ, കരഞ്ഞപ്പോൾ, സംസാരിച്ചപ്പോൾ. പലപ്പോഴും സംസാരിക്കുമ്പോഴാണ് പലതും പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ കുഞ്ഞു പോലും ഉദ്ദേശിക്കാത്ത കാര്യമാണ് ചില അമ്മമാർ വ്യാഖ്യാനിക്കുന്നത് കേൾക്കണം. പ്രൈസ് ദി ലോർഡ്. അവൻ ഇങ്ങനെ പറഞ്ഞു ആ ഊന്നൊക്കെ കൊച്ചു പറയുന്നത് കേട്ടിട്ട് പ്രൈസ് ദി ലോർഡ് എന്തെല്ലാമാ പറയുന്നതെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എപ്പോഴാ വന്നേന്നാ ചോദിച്ചത്. കൊച്ചു എപ്പോഴാ വന്നതെന്ന് അതിനൊന്നും പിടിയും കിട്ടിയില്ല. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ പറയുക. നിങ്ങളൊക്കെ ഇതൊക്കെ നടക്കുന്ന സംഭവങ്ങളല്ലേ. ഇങ്ങനെ പറയുക, നമ്മളെക്കുറിച്ച് അങ്ങ് പറയുക. കൊച്ചിതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ തുടങ്ങി പറച്ചിൽ നിന്നില്ല ചാപ്പ് നിന്നില്ല. ഹല്ലേലൂയ. ഓരോ ഘട്ടങ്ങളിൽ പറയാൻ തുടങ്ങി. നിന്റെ വീഴ്ചകൾ കൂടുതൽ പറയാൻ തുടങ്ങി. നിന്റെ നെഗറ്റീവുകൾ പിന്നീട് പറയാൻ തുടങ്ങി. ഓരോ സ്റ്റെപ്പുകളിലും വിമർശിക്കാൻ തുടങ്ങി. ആളുകൾ പലതും പറഞ്ഞു. നടക്കില്ലെന്ന് പറഞ്ഞു, ചിരിക്കില്ലെന്ന് പറഞ്ഞു, കേൾക്കില്ലെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗതി പിടിക്കില്ലെന്ന് പറഞ്ഞു, ഗുണം പിടിക്കില്ലെന്ന് പറഞ്ഞു, പ്രാഗി അലച്ചു. പ്രൈസ് ദി ലോർഡ്. പലരും പലതും പറഞ്ഞു. പലരും പലതും പറയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ പറച്ചിൽ നിന്നിട്ടില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെക്കുറിച്ച് പറഞ്ഞതൊക്കെ നടന്നിരുന്നെങ്കിൽ, ലോകം പറഞ്ഞതൊക്കെ നടന്നിരുന്നെങ്കിൽ ഇന്ന് നമ്മളാരും ഇവിടെ കാണത്തില്ലായിരുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്കൊരു ഭാവി ഉണ്ടാകത്തില്ല, നിനക്കൊരു വിവാഹം ഉണ്ടാകത്തില്ല, നിനക്കൊരു തലമുറ ഉണ്ടാകത്തില്ല, നിനക്കൊരു വീടുണ്ടാകത്തില്ല, നിനക്കൊരു ജോലി കിട്ടത്തില്ല, നീ ഹല്ലേലൂയ വിദേശത്ത് പോകത്തില്ല, നിനക്കൊരു എന്തെല്ലാം ആളുകൾ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ മാതാപിതാക്കളോട് നിന്നെ കുറിച്ച് ആളുകൾ എന്തെല്ലാം പറഞ്ഞു. മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യം പലരും പലതും പറയുക. ഏറ്റവും കൂടുതൽ നുണ പറയുന്നത് എപ്പോഴാണെന്നറിയാമോ? നമ്മളെക്കുറിച്ച്. പ്രൈസ് നമ്മൾ കേൾക്കാത്തൊരു സന്ദർഭത്തിൽ. അത് എപ്പോഴാണെന്നറിയാമോ? ശവപ്പെട്ടി കിടക്കുമോ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഈ അമ്മച്ചിയുമായിട്ട് എനിക്ക് അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. പ്രൈസ് ലോർഡ്. ഞങ്ങൾ രണ്ടുപേരോട് പായിട്ടിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അമ്മച്ചി ആദ്യമായിട്ട് കാണുന്നതെന്ന് പറഞ്ഞു കളയും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അമ്മച്ചിക്ക് എഴുന്നേറ്റ് പറയാൻ പറ്റും ഇവനെ കണ്ടിട്ടില്ലെന്ന്. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് എന്തെല്ലാം വേണമെങ്കിലും അന്നേരം പറയും. ആളുകൾ ഇങ്ങനെ പറയും. സെമിത്തേരിയിലും പറയും. പ്രൈസ് ലോർഡ്. സെമിത്തേരിയിൽ നിന്ന് അവസാനത്തെ ആ പൊതിയും മേടിച്ചുകൊണ്ട് തിരിച്ചു പോകുമ്പോഴും നിന്നെക്കുറിച്ച് ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ആളുകൾ പലരും പലതും പറയുകയാ. ആമേൻ. സ്തോത്ര. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പറഞ്ഞതൊന്നും നടക്കാഞ്ഞതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തേ.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിച്ചതല്ലാതെ ലോകം പറഞ്ഞതൊന്നും നടന്നിട്ടില്ല. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നന്ദിയോടെ സ്തോത്രം ചെയ്ത് പറയാൻ കഴിയണം, എന്റെ ദൈവത്തിന് എന്നെ കുറിച്ച് ചിലതൊക്കെ പറയാനുണ്ടായിരുന്നു. എനിക്ക് എന്റെ ദൈവത്തെ കുറിച്ച് ചിലത് പറയാറുണ്ട്. അതാണ് ഇന്ന് പകൽക്കാലത്തെ എന്റെ പ്രമേയം എന്ന് പറയുന്നത്. ആ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്ന ദൂതത. അതുകൊണ്ട് ഞാൻ പറയുക സ്തോത്രം. എനിക്ക് ഇവിടെ പറഞ്ഞ് ഇവന്റെ ഈ പ്രയോഗം അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിങ്ങനെയാണ് വായിച്ചത്. ആ വാക്യം 11 രണ്ടാം വാക്യം കണ്ടോ? നിങ്ങൾ ഒന്നുകൂടെ ഡിസ്പ്ലേയിൽ നിന്നിട്ട് പ്രൈസ് ദി ലോർഡ്, അതിങ്ങനെയാണ് കാണുന്നത്. ഹല്ലേലൂയ. അവന് ദൈവത്തിങ്കിൽ നിന്ന് രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് ഈ പലരും ആരാ? എടാ റിജോയ്സ് ചർച്ച് ഈ കോൺഗ്രിഗേഷനിൽ ഇവിടെ നിനക്ക് ഇനി രക്ഷയില്ല, ഇവിടുന്ന് പൊക്കോണം എന്ന് സണ്ണിപ്പാസ് ഒരാളോട് പറയുവാണെങ്കിൽ, ഇവിടുത്തെ സഹോദരന്മാരെല്ലാവരും കൂടെ കൂടി ആലോചിച്ചിട്ട് ഒരുത്തിനോട് പറയുവാണെങ്കിൽ, കുരുത്തം കെടുന്ന ശല്യപ്പെടുത്തുന്ന ഒരുത്തിനോട് പറയാനുള്ള അധികാരമുള്ളതുകൊണ്ട് അച്ഛൻ എന്ത് ചെയ്യാം? പറയാം, പൊക്കോളാൻ പറയാം. ദോഹയെന്ന് വിട്ടോണമെന്ന് പറയാൻ അച്ഛനെ കൊണ്ട് പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. അതിനുള്ള അധികാരം അച്ഛനില്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഇത് നിനക്ക് രക്ഷയില്ലെന്ന് പറയാം. ദോഹ ഗവൺമെന്റ് രാജാവ് അവനെ പിടിച്ച്, അല്ലെങ്കിൽ ഗവൺമെന്റ് പിടിച്ചിട്ട് പറയുക, ഇവിടുന്ന് കാലി വിട്ടോണം, ഇവിടെ നിനക്ക് രക്ഷയില്ല, ജീവൻ വേണേ പൊക്കോ, പ്രീസ് ഇത്ര മണിക്കൂറിനുള്ളിൽ കയറിക്കോളാൻ പറഞ്ഞാൽ പ്രീസ് അത് അങ്ങനെ തന്നെയാണ്. അത് അന്നേരം പോയി. പ്രീസിലോട് ഇന്ത്യയിൽ ചെന്ന് ഇറങ്ങാൻ നേരത്ത് നരേന്ദ്രമോദി ഗവൺമെന്റ് പറയുക, ഇവിടെ കാല് കുത്താനൊക്കത്തില്ല, എങ്ങോട്ടേലും പൊക്കോളാൻ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. പ്രീസിലോട് അവർക്ക് അവിടെ അധികാരമുണ്ട്. എന്നാൽ ആർക്കാണപ്പാ നമുക്ക് ദൈവത്തിൽ നിന്ന് രക്ഷയില്ലെന്ന് പറയാൻ അവകാശമുള്ളേ? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? മനസ്സിലായെങ്കിൽ ഇങ്ങനല്ല സ്തുതിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് നിനക്ക് രക്ഷയില്ലെന്ന് പറയാൻ ദൈവത്തിന്റെ PA ആണോ നീ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് രക്ഷയില്ലെന്ന് പറയാൻ ദൈവത്തിന്റെ അധികാരം നിനക്ക് തന്നിട്ടുണ്ടോ? ആമേൻ. ദൈവത്തിൽ നിന്ന് ദൈവം പോലും നിന്നോട് അല്ലെ കനിയത്തില്ലെന്ന് പറയാൻ നീയാണോ? ഇവിടെ പലരും പറയുക ഇവന് ദൈവത്തിൽ നിന്ന് രക്ഷയില്ല. അങ്ങനെ പറയാൻ ഉലകത്തിലൊരു മനുഷ്യന് അവകാശമില്ല. ആ പറച്ചില്ല ദാവീദിനോട് പറഞ്ഞത്, നിനക്ക് ദൈവത്തിൽ നിന്ന് രക്ഷയില്ലെന്ന്. സ്തോത്രം. ഈ പറഞ്ഞവരുടെ ബോധം ഒന്ന് ആലോചിച്ച് നോക്കണേ. ആമേൻ. നീയും നിന്റെ നാട്ടിൽ രക്ഷയില്ല, ഇസ്രായേലിൽ രക്ഷയില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക. എന്നാൽ ദൈവത്തിൽ നിന്ന് രക്ഷയില്ലെന്ന് പറയാൻ ആർക്കും അവകാശമില്ല. ആ ദാവീദിനോട് പറയാണ് നിനക്ക് രക്ഷയില്ല എന്ന്. നമ്മളെക്കുറിച്ച് പലരും പലതും പറയും. എന്നാൽ നമ്മൾ പറയാൻ പാടില്ലാത്ത 3 കാര്യം പെട്ടെന്ന് ഞാൻ പറയും. നമ്മളെക്കുറിച്ച് പറയാൻ പാടില്ലാത്ത, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പറയാൻ പാടില്ലാത്ത 3 കാര്യം. ഒന്ന് എടുത്ത് പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 10-11 വാക്യം. മറ്റൊരാള് ലൂക്കോസ് 2:37-38 എടുത്തു വെച്ചോണം, പറഞ്ഞിട്ട് വായിച്ചാൽ മതി. മോശെ യഹോവയോട്, കർത്താവേ, മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർത്ഥ്യമുള്ളവനല്ല. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 10-11 വാക്യങ്ങളാണ് വായിക്കുന്നത്. വായിച്ചു. അതന്നെ. ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാകുന്നു എന്ന് പറഞ്ഞു. അതിന് യഹോവ അവനോട്, മനുഷ്യന് വായി കൊടുത്തതാർ? അല്ല, ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയത് ആർ? യഹോവയായ ഞാനല്ലയോ? ആകയാൽ നീ ചെല്ലുക, ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന് ചെല്ലുക. നിനക്ക് കഴിവില്ലെന്ന് പറഞ്ഞിടത്തോട്ട് നീ ചെല്ലുക. നിന്നെ കണ്ട് നടക്കത്തില്ലെന്ന് പറഞ്ഞിടത്തോട്ട് നീ ചെല്ലുക. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നീ പറയരുത് നിനക്ക് കഴിവില്ലെന്ന്. നീ പറയരുത്. സ്തോത്രം. ആമേൻ. ഇന്ന് പകൽക്കാലം ഞാൻ അതാണ് ഒന്നാമത് പറയാൻ ആഗ്രഹിക്കുന്നത്. നിനക്ക് കഴിവില്ലെന്ന് പറഞ്ഞിടത്തേക്ക് നീ ചെല്ലുക. മോശ പറയുക, എനിക്ക് കഴിവില്ല, എനിക്ക് പ്രാപ്തിയില്ല, വിക്കനാണ്, തടിച്ച് നാവുള്ളവരാണ്, പ്രൈസലോട് സംസാരിക്കാൻ അറിയത്തില്ല, ആളുകളോട് പറയാൻ അറിയത്തില്ല, ആളുകളുടെ മുൻപിൽ നിൽക്കാൻ എനിക്ക് സൗന്ദര്യമില്ല, എനിക്ക് പ്രാപ്തിയില്ല. എന്നെ പലരും പ്രൈസലോട് ഹല്ലേലൂയ എന്റെ അകം പുറമേ ചിരിക്കുന്നെങ്കിലും അകത്ത് പലരുടെയും സ്വഭാവം അതല്ല. നമുക്ക് പലപ്പോഴും പലരുടെയും സ്വഭാവങ്ങൾ തിരിച്ചറിയാൻ കഴിയും. ആമേൻ. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, ആമേൻ, നിനക്ക് കഴിവില്ലെന്ന് നീ പറയരുത്. നിന്നെക്കുറിച്ച് ആളുകളൊക്കെ പറയട്ടെ, നിന്റെ തലമുറയെക്കുറിച്ച് ആളുകളൊക്കെ പറയട്ടെ, നിന്റെ കുടുംബത്തെക്കുറിച്ച് ആളുകളൊക്കെ പറയട്ടെ. പ്രൈസ്. നിന്റെ ഭർത്താവിനെ കുറിച്ച് ആളുകളൊക്കെ പറയട്ടെ, നിന്റെ മക്കളെ കുറിച്ച് ആളുകളൊക്കെ പറയട്ടെ, നിന്നെ കുറിച്ച് ആളുകൾ പറയട്ടെ. എന്നാൽ ഇന്ന് പകൽക്കാലം നീ പറയരുത് നിനക്ക് കഴിവില്ലെന്ന് നീ പറയരുത്. എന്തിന് കഴിവില്ലെന്ന് പറഞ്ഞു അതിലേക്ക് നിയോഗിക്കുന്നവനാ ദൈവം. പ്രൈസ് ദി ലോർഡ്. ആര് പറഞ്ഞു നിനക്ക് ഇന്നതിന് കഴിവില്ലെന്ന്?
ദൈവം നിന്നെ നിയോഗിച്ചാൽ അതിന് കഴിവ് തരും. ദൈവം ഒരു കാര്യം ഏൽപ്പിച്ചാൽ പിന്നെ കഴിവില്ലെന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കരുത്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം പ്രീസറോട് ഇങ്ങനെ ഓർക്കുകയുണ്ടായി. ഞാൻ ബൈബിൾ കോളേജിലേക്ക് പോയ സന്ദർഭം ഓർക്കുകയുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രാർത്ഥന വെച്ചു. ആ പ്രാർത്ഥനയിൽ എഴുന്നേറ്റ് സാക്ഷ്യം പറയാൻ പറഞ്ഞു. പെട്ടെന്ന് എഴുന്നേറ്റ് ഞാൻ സാക്ഷ്യം പറഞ്ഞു. സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. ആ പ്രീസറോട് എൻ്റെ സാക്ഷ്യം ആരും കേട്ടില്ല. ഈ പിള്ളേരൊക്കെ പറയുന്ന പോലെ ബൈബിൾ കോളേജിൽ പോകുന്ന സന്ദർഭത്തിലാണ് പ്രീസറോ എഴുന്നേറ്റ് സാക്ഷ്യം പേടിച്ച് വിറച്ച് എഴുന്നേറ്റ് സാക്ഷ്യം പറയുക. പ്രീസ് ആരും കേട്ടില്ല. അപ്പം പ്രൈസിലോട് അപ്പോൾ പാസ് പറഞ്ഞു, പാസ് ഇച്ചിരി ചൂടനാ. പാസ് പറഞ്ഞു, ഇങ്ങനെയാണെന്ന് സാക്ഷ്യം പറയുന്നത്, ബൈബിൾ കോളേജിൽ പോകുന്നത് ഉറക്കെ എല്ലാവരും കേൾക്കാൻ പറഞ്ഞാണ്. ഹല്ലേലൂയ. ഞാൻ രണ്ടാമത് ചാടി എഴുന്നേറ്റു. പാസ് പറഞ്ഞതനുസരിച്ച് ചാടി എഴുന്നേറ്റ് രണ്ടാമത് ഞാൻ സാക്ഷി പറഞ്ഞു. ഞാനും കേട്ടില്ലത്. അതോടുകൂടി പാസ് പിന്നെ എന്നെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിച്ചില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 1991 ജൂലൈ 3 ഹല്ലേലൂയ ആദ്യമായി സഭയുടെ ഒരു ശുശ്രൂഷയിലേക്ക് ഞാൻ പോവുക. അതിനു മുമ്പ് പ്രസംഗിച്ചിട്ടില്ലാത്ത ഞാൻ, ആമേൻ, അതിനു മുമ്പ് ലീഡ് ചെയ്തിട്ടില്ലാത്ത ഞാൻ, ഹല്ലേലൂയ, ശുശ്രൂഷിക്കാൻ പോവുക. അന്ന് ഞാൻ ദൈവസന്നിധി പൊട്ടിക്കരഞ്ഞു, കർത്താവേ, ഇത് എൻ്റെ പ്രൈസ് ദി ലോർഡ് ഒന്ന് ട്രയലാ. ഈ ട്രയലിൽ ഞാൻ പരാജയപ്പെട്ടാൽ ഇനി ഞാൻ ഒരിക്കലും പ്രസംഗിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നോട് കർത്താവ് പറഞ്ഞു, നിന്നെ നിയോഗിക്കുന്നത് ഞാനാ. പ്രൈസ് ദി ലോർഡ്. നിനക്ക് കഴിവില്ലെന്ന് ആര് പറഞ്ഞു? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, 34 വർഷം തികയാൻ പോവുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പ്രസംഗം തുടങ്ങിയിട്ട് ആമേൻ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ലോകത്തെല്ലാം ഹല്ലേലൂയ അനേക ഇടങ്ങളിൽ പ്രൈസ് ദി ലോർഡ് കടന്നുപോയി ശുശ്രൂഷിക്കാൻ, ആമേൻ, അനേക ഹല്ലേലൂയ തലങ്ങളിൽ ശുശ്രൂഷിക്കാൻ, മലയാളത്തിലും ഹിന്ദിയിലും പ്രസംഗിക്കാൻ, ഒട്ടനവധി മേഖലകളിൽ ശുശ്രൂഷിക്കാൻ, ദൈവത്തിലെ ഉന്നതന്മാരുടെ നടുവിൽ ശുശ്രൂഷിക്കാൻ, പ്രൈസ് മറ്റ് പൊതുമേഖലകളിൽ ശുശ്രൂഷിക്കാൻ, എവിടെയും പ്രസംഗിക്കാൻ എന്നെ പ്രാപ്തനാക്കിയ ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കഴിവില്ലെന്ന് പറയരുത്. എൻ്റെ കുഞ്ഞിന് അതിന് കഴിവില്ലെന്ന് പറയരുത്. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് ഇന്ന് രാത്രി പറ, പകൽക്കാലം പറ. ദൈവം അത്ഭുതം ചെയ്യുമെന്ന് പറ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നീ നിന്റെ വീട്ടിൽ ആരാലും തള്ളപ്പെട്ട് കാണുമായിരിക്കാം, എല്ലാവരാലും ഒറ്റപ്പെട്ട് കാണുമായിരിക്കാം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്നാൽ കർത്താവ് നിന്നെ കണ്ടിട്ട് പറഞ്ഞു, നിന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞു. കർത്താവിന് ആരെയും വേണ്ടാത്തവരെയായിരുന്നു കർത്താവിന് വേണ്ടത്. എല്ലാവരാലും തള്ളിയവരെയായിരുന്നു കർത്താവിന് വേണ്ടത്. ഇന്ന് പകൽക്കാലം ദൈവസന്നിധി സന്തോഷത്തോടെ പറയട്ടെ, എന്റെ ദൈവത്തിന് എന്നെ വേണം. കഴിവില്ലെന്ന് പറയരുത്. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് ഓടി വരിക. രണ്ടാമതായിട്ട് പ്രൈസ് ദി ലോർഡ് വായിച്ചേ, ലൂക്കോസ് 2:37 പെട്ടെന്ന് വായിച്ചു. 2:37-38 ആണോ? ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം എടുത്തി. 1-ാം അധ്യായമാണോ വായിക്കുന്നത്? 2-ാം അധ്യായമാണോ? വായിച്ചു. വായിച്ചു ശരിയാ. ഒന്നാം അധ്യായം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്നുത്തരം പറഞ്ഞു. ആമേൻ, ആമേൻ. നീ രണ്ടാമത് പറയാൻ പാടില്ലാത്ത കാര്യം, ദൈവത്തിന് അസാധ്യമാണ്. അസാധ്യം എന്ന വാക്ക് നമ്മുടെ ജീവിതത്തിൽ വേണ്ട. നിങ്ങളുടെ വീട്ടിൽ ഡിക്ഷണറി ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് ചെന്നിട്ട് ഇമ്പോസിബിൾ എന്ന വാക്ക് വെട്ടിക്കളയണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? നിന്റെ ജീവിതത്തിൽ അസാധ്യം എന്ന് പറയുന്ന ഒന്നില്ല. പറഞ്ഞാട്ടെ, ഹല്ലേലൂയ, സ്തോത്ര. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവന് കൂടെയുണ്ട്. ആമേൻ. ഏതു കാര്യവും പലപ്പോഴും അസാധ്യം എന്ന് പറഞ്ഞ് ഇന്ന് നീ ഉപേക്ഷിക്കപ്പെട്ട ചിലതിനെ തട്ടിക്കുടഞ്ഞെടുക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുക. നീ ചിന്തിക്കുന്ന അസാധ്യം എന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന് പറയാനുണ്ട്, അല്ല, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു സർവശക്തി എന്ന് പകൽക്കാലം ഇവിടെ നിന്നോട് കൂടെയുണ്ട്. നീ ഒന്ന് അനുഭവിച്ചറിയണം. അസാധ്യമെന്ന വാക്ക് ജീവിതത്തിലില്ല. പറയരുത്. നടക്കത്തില്ലെന്ന് പറയരുത്. പറ്റത്തില്ലെന്ന് പറയരുത്.
പ്രൈസ് ദി ലോർഡ്. മക്കളോട് ഒരിക്കലും സാധ്യമല്ലെന്ന് പറയരുത്. നിന്നെ കൊണ്ട് നടക്കുമെന്ന് പറ. അങ്ങനെ ഒരു ധൈര്യം കൊടുത്തേ. ദൈവം ചിലത് അത്ഭുതങ്ങൾ കാണാൻ പോവാം. ഈ വർഷം തന്നെ ചില അത്ഭുതങ്ങൾ കാണാൻ പോവുക. നിന്റെ തലമുറയുടെ വിവാഹം താമസിച്ചു ബോധം കണ്ട് നടക്കില്ല ഇനി എന്ന് നടക്കുമെന്നൊക്കെ പറയുമോ പറ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. അസാധ്യമല്ല ഒന്നും ദൈവത്താൽ അസാധ്യമല്ല, ഒന്നും അവനാൽ അസാധ്യമല്ല. അസാധ്യം എന്ന വാക്ക് നാട്ടുകാരൊക്കെ പറയട്ടെ. പലരും പറയുന്നു അസാധ്യമാണ്, അതൊന്നും നടക്കത്തില്ല, ഇനിയിപ്പം നടക്കത്തില്ലെന്ന്, അതിനെയും വിട്ടേരെ. പ്രൈസ് പലരും പറഞ്ഞു, പ്രൈസ് ഏജൻസികൾ പറഞ്ഞു, പ്രൈസ് നാട്ടുകാർ പറഞ്ഞു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. പ്രൈസ് ലോർഡ്. നിന്റെ മനസ്സ് പറയുന്നു, അറിവ് പറയുന്നു, വിട്ടേക്കാൻ പറയുക. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിന് പറയാനുണ്ട്, മോനെ ഹല്ലേലൂയ, ദൈവം നടത്തി തരുമെന്ന് പറ. അസാധ്യമല്ലെന്ന് പറ, അസാധ്യമല്ലെന്ന് പറ മോനെ. രൂപേൻ അത് തന്നെ പറ, ഹല്ലേലൂയ, അസാധ്യമല്ലെന്ന് പറ. ദൈവത്തിന് സാധ്യമാണെന്ന് ഇന്ന് പകൽക്കാലം ഉറക്കെ. ആമേൻ. എന്നെ കണ്ട് കഴിയത്തില്ലെന്ന് പറയരുത്, എനിക്ക് പഠിച്ചാൽ മനസ്സിലാകുന്നില്ലെന്ന് പറയരുത്. എൻ്റെ ദൈവം നടത്തി തരുമെന്ന് പറയാൻ കഴിവുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രണ്ടാമത് ആളുകളെല്ലാം പറയട്ടെ സാധ്യമാണെന്ന്, എല്ലാവരും പറയട്ടെ സാധ്യമാണെന്ന്. നീ മാത്രം പറയരുത്, നീ മാത്രം പറയരുത്. സാധ്യമാവൂന്ന് പറ, സക്സസ് ആവൂന്ന് പറ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. മനസ്സിലായോ എൻ്റെ അർത്ഥം എന്താന്ന്? നമുക്ക് ഇത്രയും മലയാളികൾ പ്രൈസ് നാട്ടിൽ ജനിച്ചു വളർന്നവർക്കൊക്കെ അറിയാം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഒരു പാവലിൻ്റെ അരി, പ്രൈസ് ലോർഡ്, അത് കൊണ്ടുവന്ന് നമുക്ക് ഇച്ചിരി മണ്ണ് മാന്തിയിട്ട് അവിടെ കുഴിച്ചിടാം. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. അത്രേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. പ്രൈസ് വേണമെങ്കിൽ കിളിച്ച് വരുന്നതിന് മുമ്പേ ചില അമ്മാവന്മാർ അതിൻ്റെ ചുവട്ടി കൊണ്ടുവന്ന് ഞാണ്ടൊരു നാട്ടിൽ കഴിയും. പ്രൈസ് ലോർഡ്, ഇതേ പടന്ന് കയറാൻ വേണ്ടി. ആ വിശ്വാസം കൊണ്ടാ ആ കുത്തും. പ്രൈസ് ലോർഡ്, കുളിക്കുന്നതിന് മുമ്പേ കുത്തും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കയറിക്കോട്ടെ വള്ളിയൊക്കെ കെട്ടിക്കൊടുത്തു നോക്കും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമുക്കിത് ഇത്രയും ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ അത് സക്സസ് ആക്കുന്നത് ദൈവമാണ്, അല്ലേ? പ്രൈസ് അത് കിളുത്ത് പടർന്ന് വലുതായി കായ്ഫലം പറിക്കാൻ കഴിയണമെങ്കിൽ പ്രൈസ് നിന്റെ കൈകളുടെ പ്രവൃത്തി, ഏതൊക്കെ കൈകൾ കൊണ്ട് നീ പ്രവർത്തിച്ചത് എന്തായിത്തീരുന്നു? സാധ്യമാവുക. രാത്രി മൊത്തം ഇരുന്ന് പഠിച്ചു, 5 മണിക്കൂർ പഠിച്ചാൽ മതി നാരാണ്ട് പറഞ്ഞു. ഞാൻ 8 മണിക്കൂർ പഠിച്ചു. പ്രൈസ് ലോർഡ്. എന്നാൽ പരീക്ഷ എഴുതിയപ്പോൾ വട്ടപൂജ്യം. പ്രൈസ് ലോർഡ്. പറയണം, കർത്താവേ സക്സസ് ആക്കുന്നവൻ നീയാണ്. എനിക്ക് പഠിക്കാനേ കഴിയത്തുള്ളൂ, എനിക്ക് പഠിക്കാനേ കഴിയത്തുള്ളൂ. ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മനസ്സ് റീഡ് ചെയ്തുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് ഞാൻ ദൂത് പറയുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഓരോ സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഇൻസിഡന്റുകളെ ആണ് ഞാൻ ഇന്ന് പകൽക്കാലം എടുത്തു പറയുന്നത്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആ ഇൻസിഡന്റുകൾ മനസ്സിലാക്കുക. ആമേൻ. അസാധ്യം എന്ന് പറയുന്ന കാര്യത്തിനെ സാധ്യമാക്കുന്ന കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരും. ഒരു ഉണർവ് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. കരടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആ കരകളൊക്കെ ഒന്ന് തട്ടിയാട്ടെ. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തിൽ അസാധ്യമെന്ന വാക്കില്ലെന്ന് പറ. അസാധ്യമെന്ന വാക്കില്ല. പ്രൈസ് ദി ലോർഡ്. എന്റെ ദൈവത്താലെല്ലാം സാധ്യം. രണ്ടാമത് പറയാൻ പാടില്ലാത്തത് എന്ത് പറയരുത്? അസാധ്യം എന്ന് പറയരുത്. മൂന്നാമത് യിരെമ്യാ പ്രവചനം 1-ാം അധ്യായം 7-ാം വാക്യം പെട്ടെന്നെടുത്തു. അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലൻ എന്ന് നീ പറയരുത്. പറയാൻ പാടില്ല. ഞാൻ നിന്നെ പറയാൻ പാടില്ല. ആമേൻ. എന്ത് പറയാൻ പാടില്ല? ബാലൻ എന്ന് നീ കുറിച്ച് നാട്ടുകാരെ ഇതാ പറയുന്നേ. നീ ഇറങ്ങി ചെല്ലുമ്പോ നാട്ടുകാരിതാ പറയാൻ പോന്നേ. എടാ നീ ബാലനല്ലയോ എന്നാ പറയുന്നേ. നീ ബാലനല്ലയോ എന്നാ. നീയോട് ഇനി അത് പറയണ്ട. നാട്ടുകാർ പറഞ്ഞോട്ടെ. ആളുകൾ മുഴുവനും പറയുക നീ ബാലനല്ലയോ എന്ന്. സ്തോത്രം. ഈ ശുശ്രൂഷയൊക്കെ ഉണ്ടല്ലോ, ഹല്ലേലൂയ, സ്തോത്രം. അങ്ങ് അഗ്രഗണ്യരായ, അനിഷേധ്യരായ, പരിണിത പ്രജ്ഞരായ, ശക്തരായ ആളുകളാണ് ഇത് ചെയ്യേണ്ടത്. അത് നീ ഇടയ്ക്ക് കയറി വരും. ഒരു ബാലൻ. പ്രൈസലോ. നിന്നോട് ആര് പറഞ്ഞു പ്രവചിക്കാൻ? നിന്നോട് ആര് പറഞ്ഞു ദൈവത്തിന്റെ നാവാകാൻ? ആര് പറഞ്ഞു ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കാൻ? നീ ബാലനോ?
ദൈവം പറയുക, അവരൊക്കെ പറഞ്ഞോട്ടെ, നീ മാത്രം പറയണ്ട, നീ ബാലനാണ്, ഞാൻ ദൈവത്തിന്റെ മനുഷ്യനാണെന്നൊന്ന് പറഞ്ഞ്, ഞാൻ ദൈവത്തിന്റെ വക്താവാണെന്നൊന്ന് പറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തിന്റെ വക്താവാകാൻ ദൈവം എന്നെ നിയോഗിച്ചെങ്കിൽ, ദൈവം എന്നെ കരങ്ങളിൽ എടുക്കുന്നെങ്കിൽ, എന്റെ പ്രായം ദൈവത്തിനൊരു പ്രശ്നമല്ല, എന്റെ സമയം ദൈവത്തിനൊരു പ്രശ്നമല്ല. ഏത് സമയത്തും ദൈവത്തിന് എന്നെ ഉപയോഗിക്കാൻ കഴിയും. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോട് പറ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിന്നെ കുറിച്ച് നാട്ടുകാർ പറയുന്നതല്ല കുഞ്ഞ് വലുത്, നിന്നെ കുറിച്ച് നിന്റെ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ പ്രായം നോക്കാതെ നിന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ. നീ പറയുക, ഇപ്പോഴേ സമയമായിട്ടില്ല, കുറച്ചുകൂടെ കേട്ട്. ആര് പറഞ്ഞു? നീ പറ, ദൈവമേ, നീ എന്നെ ഇന്നാണ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഇന്നാണ് നീ എന്നെ പ്രൈസിലോട് കരങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഇന്നാണ് നിനക്ക് എന്നെ വേണ്ടതെങ്കിൽ എന്നെ സമർപ്പിക്കുന്നെന്ന് പറ. അതിന് നീ ഒരു ഉപാധി ദൈവം മുൻപാകെ വെക്കരുത്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം. ആമേ. നീ ബാലനെന്ന് നീ പറയരുത്. നമുക്കറിയാം, പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ, ഹല്ലേലൂയ, സ്തോത്രം, വലിയ പ്രവാചകന്മാർ 4 പേരുണ്ട്. അവരിലും അഗ്രഗണ്യനായി തീർന്ന ഒരുവനായിരുന്നു പിരമ്യാവ്. ജനകീയനായ പ്രവാചകനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. രാജകൊട്ടാരങ്ങളെ കിടുകിട വിറപ്പിച്ചവനായിരുന്നവൻ. ഹല്ലേലൂയ. രാജാക്കന്മാർക്ക് പേടിയായിരുന്നവനാണ് അവൻ. ഹല്ലേലൂയ. ആര് പ്രൈസ് ദി ലോർഡ് ബാല്യത്തിൽ വിളിച്ചിറക്കിയ ഒരു പ്രവാചകൻ. ഇന്ന് പകൽക്കാലം പറ, ഹല്ലേലൂയ, നീ ബാലനെന്ന് നീ പറയരുത്. ദൈവമാണ് എന്നോട് പറയുന്നത്. നാട്ടുകാർ നമ്മളെ കുറിച്ച് പറയുന്ന നെഗറ്റീവ് നമ്മുടെ വാക്കുകളിൽ കേൾക്കരുത്. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. എനിക്ക് ഈ ദാവീദിന്റെ ഒരു പ്രയോഗം ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ദാവീദ് ചേട്ടന്മാരുടെ അടുത്ത് അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാര്യം ചോദിച്ചിട്ട് പ്രൈസ് ദി ലോർഡ് നോക്കിയപ്പോൾ മല്ലനായ ഗോലിയാത്ത് വെല്ലുവിളിച്ച് പല്ലിളിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവനെ തല്ലിക്കൊല്ലുന്നതിന് എന്തോ കിട്ടുമെന്ന് അറിയാതെ അങ്ങ് ചോദിച്ചു പോയി. ചേട്ടന്മാരോടാണ് ചോദിച്ചത്. ചോദിച്ചപ്പോൾ തന്നെ ചേട്ടന്മാർ പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, നീ എന്തിനാ വന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നീ പട കാണാനാ വന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ അവിടെ ആടുകളെ ഇട്ടേച്ച് പ്രൈസ് ഈ പാളയത്തിലേക്ക് വന്ന് നിന്റെ അഹങ്കാരം ഞങ്ങൾക്ക് നന്നായിട്ടറിയാം എന്നൊക്കെ പറഞ്ഞ് അവനെ ആക്ഷേപിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അവിടെ എഴുതിയിരിക്കുന്ന അടുത്ത പ്രയോഗം എനിക്ക് ഇഷ്ടപ്പെട്ടത്. അവൻ അവരെ വിട്ടുമാറി. മറ്റൊരുത്തൻ്റെ അടുത്തോട്ട് ചെന്ന് ചോദിച്ചു, ഇവനെ കൊല്ലുന്നവൻ എന്തോ കിട്ടുമെന്ന്. അതേ സമയത്ത് ആ പേടിപ്പീര് കേട്ടിട്ട് വീട്ടിൽ പോയായിരുന്നേലോ, ആ പേടിപ്പീര് കേട്ടിട്ട് വീട്ടിൽ പോയായിരുന്നേലോ. നമ്മളെ വിമർശിക്കുന്നവരെ അങ്ങ് വിട്ടുമാറിയേക്കണം. കുറ്റം പറയുന്നവരെ വിട്ടുമാറിയേക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ നെഗറ്റീവ് പറയുന്നിടത്ത് നീ അങ്ങ് മാറിപ്പോയേക്കണം. പ്രൈസ്. എന്നിട്ട് പറയണേ, എൻ്റെ ദൈവം എന്നെ കുറിച്ച് അതല്ല പറയുന്നത്, എൻ്റെ ദൈവം എന്നെ കുറിച്ച് അതല്ല പറയുന്നത് എന്ന് പറയാൻ ഇന്ന് പകൽക്കാലം കഴിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പറഞ്ഞ് ഹല്ലേലൂയ. പ്രൈസ്. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും എൻ്റെ ദൈവത്തിന് എന്നെ കുറിച്ച് അത് പറയാൻ കഴിയത്തില്ല. അവരെ വിട്ടുമാറണം. അവരെ വിട്ടു. ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ച കാര്യമാണ്. ആരെങ്കിലും കൂടുതൽ വിമർശിക്കാൻ തുടങ്ങും, വച്ചാൽ സ്വോത്രം പോയരെ. എൻ്റെ ദൈവം അതല്ല എന്നെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഓർത്തോണം. 3 കാര്യങ്ങൾ നമ്മളെ കുറിച്ച് പറയാൻ പാടില്ലാത്തത്. ഇനി ഒന്നുകൂടെ പറയാം. എന്താ 3 കാര്യം? ഒന്ന് പറഞ്ഞേ. കഴിവില്ലെന്ന് പറയരുത്. 2, അസാധ്യമെന്ന് പറയരുത്. 3, ഞാൻ ബാല, എനിക്ക് സമയമായില്ല, എനിക്ക് പ്രിൻസിലോട് ഹല് എന്ന് പറയരുത്. 4 അടുത്ത കാര്യം, നമ്മൾ പറയേണ്ട 3 കാര്യങ്ങൾ. അത് പെട്ടെന്ന് പറഞ്ഞ് ഞാൻ നിർത്താം. 3 കാര്യങ്ങൾ നമ്മൾ പറയേണ്ട 3 കാര്യങ്ങൾ. ഒന്ന്, ഈ വേദഭാഗത്തിൽ തന്നെയാണ്, അവിടെ 3-ാം വാക്യത്തിൽ തന്നെ ആ 3 കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് വായിച്ചേ. വായിച്ചോ. ഏത് 3-ന്റെയാ? 3-ന്റെ 3. സങ്കീർത്തനം 3-ന്റെ 3. ആ. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. 3 കാര്യം. നാട്ടുകാരെന്തെല്ലാം പറയുമ്പോൾ നീ പറയണം, യഹോവേ നീ എനിക്ക് ചുറ്റും പരിചയമാണ്. 1000 അസ്ത്രങ്ങൾ എൻ്റെ നേരെ എഴുതാലും അതെന്റെ മേൽ കൊള്ളില്ല. കാരണം എന്താണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. നീ എനിക്ക് ചുറ്റും പരിചയം. ഏത് വലിയ ആളിനും മുൻപിലാണ് പരിചയം. മല്ലനായ ഗോലിയാത്തിനെ കുറിച്ച് വായിക്കുമ്പോൾ എങ്ങനെ എഴുതിയിരിക്കുന്നത്? പരിചക്കാർ മുൻപിൽ നടന്നു. പരിചക്കാർ മുൻപിൽ നടന്ന മല്ലനായ ഗോലിയാത്തിന്റെ. പ്രൈസ് ദി ലോർഡ്. മുൻപിൽ പരിചയ പിടിക്കുക.
എന്ന് പറഞ്ഞാൽ വെട്ട് വരുന്നത്, തട്ട് വരുന്നത്, പ്രീസ് ഏറ് വരുന്നത് എല്ലാം മുന്നല. അതുകൊണ്ട് മുന്നൽ പരിചയക്കാർ നടക്കും, അവർ പിടിച്ചുകൊണ്ട് നടക്കും. ചിലർ അവർ തന്നെ പിടിക്കും. പ്രീസറോട് അവന്മാരെ പിടിക്കാൻ ഏൽപ്പിച്ചപ്പോൾ ഏറ് വന്നപ്പോൾ അവന്മാരുടെ മുഖത്തോട്ട് പിടിച്ചു. അതുകൊണ്ട് ഇവിടെ ഏറ് കിട്ടിയത്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. നോക്കിക്കേ, പ്രീസറോട് ആ വെട്ടായിരുന്നെങ്കിൽ കൊണ്ടുവന്ന് പിടിച്ചേനെ. ഏറ് വന്നപ്പോൾ ഇവരെ പ്രതീക്ഷിച്ചില്ലല്ലോ. സ്തോത്രം. ഏറ് വന്നപ്പോൾ വരുന്ന വരവ് കണ്ടപ്പോൾ ഇവന് കിട്ടുമെന്ന് ഓർത്ത് അവനെ നെറ്റിക്ക് പിടിച്ചു. പ്രീസറോട് അതേ നമ്മൾ ചെയ്യത്തുള്ളൂ. സ്തോത്രം. നോക്കിയേ, പരിചയക്കാര് മുൻപിൽ നടന്നു. പ്രൈസലോ. ഇവിടെ നോക്കിക്കേ, മുൻപിലാണോ പരിച? നീ എവിടെ ഇപ്പൊ നിൽക്കുന്നത്? പരിചകളുടെ ചുറ്റും, പരിചകളുടെ നടുവിൽ, പരിചകളുടെ നടുവിൽ. ലോകത്താർക്കാ ഇത്രയും വലിയ സംരക്ഷണം ദൈവം നൽകിയിട്ടുള്ളത്? പ്രൈസലോ. ലോകത്താർക്കാണ് ഇത്രയും വലിയ പ്രൊട്ടക്ഷൻ ദൈവം നൽകിയിട്ടുള്ളത്? നമ്മുടെ ഇന്ത്യയുടെ 2 പ്രധാനമന്ത്രിമാർ വെടിയേറ്റ് മരിച്ചു. ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും. അമേരിക്കൻ പ്രസിഡന്റുമാർ, ലോകത്തെ പല രാജാക്കന്മാർ, ലോകത്തിലെ പല ഭരണകർത്താക്കൾ, കരിമ്പൂച്ചകളുടെ അകമ്പടിയോടെ നടക്കുന്നവർ, അതീവ പ്രൊട്ടക്ഷൻ ഉള്ളവർ, അവർക്ക് വെടിയേറ്റ് മരിച്ചു. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവവേദിയിലെ നിനക്ക് ചുറ്റും ദൈവം പരിചയമായി നിന്നോട് കൂടെ ഇരിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ പറ്റട്ടെ. പ്രൈസലോടെ ധൈര്യത്തോടെ പറയണം, നിങ്ങൾ എന്നെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞാലും എനിക്ക് ചുറ്റും ഒരു പരിചയമുണ്ട്, എനിക്ക് ചുറ്റും ഒരു പരിചയമുണ്ട്. ഹല്ലേലൂയ. ഞാൻ തകരാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. പലരും പലതും പറയട്ടെ. പ്രൈസ്, നീ പറയണം, എനിക്ക് ചുറ്റും എന്റെ ദൈവമുണ്ടെന്ന് പറ. നിനക്ക് രക്ഷയില്ലെന്നാ പറഞ്ഞേ. അന്നേരം പറയേണ്ട കാര്യമാ, എനിക്ക് ചുറ്റും എന്തുണ്ട്? ദൈവത്തിന്റെ പരിചയമുണ്ട്. യഹോവേ, നീ എനിക്ക് ചുറ്റും. അതൊന്ന് ഉറക്കെ പറയണം, പിശാചിനെയൊക്കെ പറയണം. പിശാചേ, നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്റെ ദൈവം എനിക്ക് ചുറ്റും പാളയം ഇറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. അതുകൊണ്ട് യാതൊരു ശത്രുവിന്റെ പോരാട്ടങ്ങളും ആഭിചാരങ്ങളും ക്ഷുദ്ര പ്രയോഗങ്ങളും യാതൊരുവിധ കേട്ടുകളും നിന്റെ നേരെ അടുത്തു വരത്തില്ല. എൻ്റെ ഇപ്പോഴത്തെ ചർച്ചിന് തൊട്ടടുത്ത് ഏറ്റവും അടുത്ത അയൽവക്കം ഒരു മുസ്ലിം ഫാമിലിയാണ്. ആ നാട്ടിലെ ധനാട്യ കുടുംബമാണ്. പ്രൈസ് ലോർഡ്. വലിയ കുടുംബമാണ്, ഒരു മുസ്ലിം ഫാമിലി. അവിടുത്തെ ആ സഹോദരൻ, ഹല്ലേലൂയ, മിക്ക പെന്തക്കോസിലെ പ്രവാചകന്മാരുടെ അടുത്ത് പോകും. മുസ്ലിമാ, ഇപ്പോഴും മുസ്ലിമാ. പ്രൈസ് ലോർഡ്. 5 നേരം നിസ്കരിക്കുന്നവനാ, പ്രവാചകന്മാരുടെ അടുത്ത് പോകും. പ്രൈസ്. എന്തിനാണെന്നറിയാമോ? പുള്ളി പറയുന്നത്, പ്രൈസ് ലോർഡ്, ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം ഞങ്ങൾക്കെതിരെ ക്ഷുദ്രം ചെയ്തിരിക്കുക. ഈ കെട്ടടിക്കാൻ പ്രവാചകന്മാരെ കിട്ടേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. സ്തോത്രം, പ്രൈസ് ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവം, നിനക്ക് ചുറ്റും ഒരു പരിചയമുണ്ടെന്നാണ്. മനസ്സിലായോ? ഒരാഭിചാരവും ഫലിക്കത്തില്ല. പ്രൈസ്. ഒരു ലക്ഷണവിദ്യ നിന്നോട് അടുക്കത്തില്ല. പ്രൈസ്. ഇസ്രായേലിന്റെ കൂടാരങ്ങളെ ദൈവം പ്രവാളയം ഇറങ്ങി സംരക്ഷിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ധൈര്യത്തോട് പറയണം, എന്റെ ദൈവം എനിക്ക് സംരക്ഷണം നൽകുന്നു, എനിക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു ദൈവം എനിക്കുണ്ട്. പലപ്പോഴും നമ്മുടെ മനസ്സിൽ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ഈ രക്ഷയില്ലെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കിടന്ന് വെപ്രാളം പിടിക്കുക. കർത്താവ് പറയും, നീ എന്തിനാ വെപ്രാളം പിടിക്കുന്നേ? ആമേൻ, സ്തോത്രം, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഒരു പട്ടാളത്തെ അയക്കുമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഒരാളെ അല്ല, ഒരു പട്ടാളത്തെ ദൈവം നമുക്ക് വേണ്ടി അയക്കാമെന്ന്. ചുറ്റുമുണ്ട്. പ്രൈസ് ലോർഡ്. തലയ്ക്ക് മീതെയും ചുറ്റും. എൻ്റെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകുമ്പോഴും അന്യദേശത്ത് പഠനത്തിന് പോകുമ്പോഴും നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും? വീട്ടിൽ ഇരുന്ന് അങ്ങ് പ്രാർത്ഥിക്കുന്ന, കർത്താവേ, നീ അവന് ചുറ്റും അവക്ക് ചുറ്റും ഇരിക്കുന്ന പരിചയായിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്നു. ആരെല്ലാം പറയട്ടെ, രക്ഷയില്ലെന്ന് പറയട്ടെ, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഞങ്ങൾ ആഴമായി വിശ്വസിക്കുന്നു. ദൈവം ഞങ്ങൾക്ക് പരിചയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവം എൻ്റെ മഹത്വമാണ്. ദൈവം എൻ്റെ മഹത്വമാണ്. പ്രിയമുള്ളവരെ, ദൈവം എൻ്റെ മഹത്വമാണ്. മഹത്വം. നമ്മുടെ മഹത്വം നമ്മുടെ വീടല്ല. പടുത്തുയർത്തിയ പടുകൂറ്റൻ മണിമാളികയ്ക്ക് മാറി പെയിന്റ് അടിച്ചാൽ അതിന് മഹത്വം വർദ്ധിക്കത്തില്ല.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്രയോ മഹത്വമായി പണിതുരുക്കിയ വീടുകളിൽ മനുഷ്യൻ പാർക്കാൻ കഴിയാതെ അത് പ്രേത കൂടാരങ്ങളായി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അത് മഹത്വമല്ലാതായി തീർന്നിട്ടുണ്ട്. സ്തോത്രം ചെയ്യുന്നു. അധികകാലം പല വീടുകളിലും പലർക്കും പാർക്കാൻ കഴിയാതെ ആ വീടുകൾ ശൂന്യമായി പോയിട്ടില്ലേ? എന്നെ കേൾക്കുന്ന ദൈവവേദിയിലെ നമ്മുടെ ജീവിതത്തിൻ്റെ ആശയ, പ്രതീക്ഷയ, അഭിമാനമാ എന്ന് പറഞ്ഞുകൊണ്ട് നാം ചെയ്യുന്ന പണികളൊന്നും മഹത്വമല്ല. അല്ല അല്ല പ്രൈസോ, വിട്ടേ മതിയാകത്തുള്ളതൊക്കെ. ആമേൻ. നിന്റെ മക്കൾ ഒരു മഹത്വമല്ല. പ്രൈസലോ, മഹത്വമല്ല. പ്രൈസലോട്. ഹലോ. നിന്റെ സൗന്ദര്യം ഒരു മഹത്വമല്ല. പ്രൈസലോട്. നിന്റെ ആരോഗ്യം ഒരു മഹത്വമല്ല. നിന്റെ പ്രാപ്തി ഒരു മഹത്വമല്ല. പ്രൈസോ, നിന്റെ പൊസിഷൻ ഒരു മഹത്വമല്ല. ചിലരൊക്കെ ഒരു ചില പൊസിഷനിലെത്തിയാൽ എന്തോ ഒരു പ്രൈസ് നാരങ്ങ കക്ഷത്തി വെച്ച പോലെ നടക്കുന്നത്. പ്രൈസലോട്. ഹല്ലേലൂയ. എന്തൊരു ഗമയാണെന്നറിയാമോ? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയാം. ഇതൊന്നും ഒരു മഹത്വമല്ല. ഹല്ലേലൂയ. സ്തോത്ര. നമ്മളെ കുറിച്ച് ആർക്കെല്ലാം എന്തെല്ലാം അല്ലെ പുകഴ്ചകൾ പറയട്ടെ, പൊക്കി പറയട്ടെ. ആമേൻ. ധൈര്യത്തോട് പറയണം. പ്രൈസ് ദി ലോർഡ്. ദൈവം ഹല്ലേലൂയ പ്രൈസ് മാത്രമാണ് എൻ്റെ മഹത്വം. അതുകൊണ്ടാ ഒരു മനുഷ്യന് ഒത്തിരി കാര്യങ്ങൾ അസറ്റായിരുന്നു, അതെല്ലാം എടുത്തും കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ലാഭമായിരുന്നതൊക്കെ ഞാൻ ഛേദമെന്ന് എണ്ണി. ക്രിസ്തു നിമിത്തം. കാര്യം എനിക്ക് മനസ്സിലായി, എൻ്റെ ഈ മഹത്വം ഒന്നും മഹത്വമല്ല. മഹത്വവാനായവനെ കണ്ടപ്പോഴാണ് മനസ്സിലായത്. പലരും പറയുന്നു നിനക്കൊരു മഹത്വം ഉണ്ടാകത്തില്ലെന്ന്. പറഞ്ഞ് എൻ്റെ മഹത്വം എൻ്റെ കർത്താവാണെന്ന് പറഞ്ഞ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്ക് നാട്ടുകാരൊരു മഹത്വവും തന്നില്ലെങ്കിലും, ഒരു അംഗീകാരവും തന്നില്ലെങ്കിലും, ഒരു പരിഗണനയും തന്നില്ലെങ്കിലും, പലരും നിന്നോട് മിണ്ടിയില്ലെങ്കിലും, ദൈവം നിന്റെ മഹത്വമാണെന്ന് പറയാൻ കഴിയുന്ന ദൈവമൊക്കെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? ദൈവം എൻ്റെ ഞങ്ങളുടെ കുടുംബത്തിന് മഹത്വമായി. ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ദൈവമൊക്കെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി. ഹല്ലേലൂയ. 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 പ്രൈസ് ദി ലോർഡ്. ആ മഹത്വം മാറിപ്പോകത്തില്ല. ഈ ലോകം തരുന്ന എല്ലാ മഹത്വവും തീരും. ഈ ലോകം തിരിച്ചെടുത്തിട്ടേ വിടത്തുള്ളൂ. ഈ ലോകം തിരിച്ചെടുത്തിട്ടേ വിടത്തുള്ളൂ. ആമേൻ. തിരിച്ചങ്ങെടുക്കും. നിന്റെ പദവി ഉണ്ടല്ലോ, 56 വയസ്സ് 60 വയസ്സ് കഴിയുമ്പോൾ അത് കൊടുത്ത് അന്നവരിങ്ങ് തിരിച്ചെടുത്തിട്ട് പറഞ്ഞു വിടും. പെൻഷനും മേടിച്ചുകൊണ്ട് വീട്ടിൽ പോകാൻ പറയും. സൗന്ദര്യമോ അത് അതിനു മുമ്പേ പോയി തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകം തന്നതെല്ലാം ലോകം തിരിച്ചെടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവവേദന ഒന്ന് പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മഹത്വം എൻ്റെ ദൈവമാണെങ്കിൽ ലോകത്താർക്കും ആ മഹത്വം തട്ടിപ്പറിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ആർക്കും എടുത്തു കളയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ എനിക്ക് ഒരു മഹത്വമുണ്ട്, ഉയർത്താൻ കഴിയുന്ന ഒരു മഹത്വമുണ്ട്. നീ ആരുടെ മകനാണെന്ന് ചോദിച്ചാൽ, മകളാണെന്ന് ചോദിച്ചാൽ, എനിക്ക് മഹത്വവാൻ ഒരു ദൈവമുണ്ട്. മഹത്വത്തിന്റെ പ്രത്യാശ നൽകുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സന്താനമാണ് ഞാൻ. ഇപ്പൊ രണ്ടാമത് നമ്മൾ പറയേണ്ടത്, ദൈവമേ നീയാണ് എൻ്റെ മഹത്വം. പലരും പലതും പറയട്ടെ, ആളുകൾ എന്തും പറയട്ടെ നിന്നെ കുറിച്ച്, നിന്നെ നിന്ദിക്കട്ടെ, ആക്ഷേപിക്കട്ടെ, എന്തെങ്കിലും ആക്ഷേപ പേരിട്ട് നിന്നെ വിളിക്കട്ടെ. ഒന്നും പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട. പറയണം, എൻ്റെ ദൈവം എൻ്റെ മഹത്വമാണ്. ഇവരുടെയൊക്കെ മുൻപിൽ ദൈവം ഞങ്ങളെ മാനിക്കുമെന്ന് പറഞ്ഞാട്ടെ. ഈ ആളുകളുടെ മുൻപിൽ ദൈവം എന്നെ ഉയർത്തുമെന്ന് പറയാൻ ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവവേദനേ, നിനക്ക് സാധിക്കും. എൻ്റെ ജീവിതത്തിൽ 100 അനുഭവങ്ങൾ പറയാനുണ്ട്. തള്ളിയവരുടെ മുൻപിൽ മാനിച്ചുയർത്തിയ സന്ദർഭങ്ങൾ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആക്ഷേപിച്ചവരുടെ നടുവിൽ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തത് പറയുകയാണ്, നീ എൻ്റെ തല ഉയർത്തുന്നവൻ. ആമേൻ. മൂന്നാമത് നമ്മൾ പറയേണ്ട കാര്യം, ആരെല്ലാം എന്തെല്ലാം പറയട്ടെ, ഇനിയും തല ഉയരത്തില്ല. പോയെന്ന് പ്രൈസ് ദി ലോർഡ്. പുള്ളിയുടെ അഡ്രസ് പോയെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനിയും തല ഉയരത്തില്ല. അല്ലേ? പണ്ടൊക്കെ എന്തുമായിരുന്നു പുള്ളി, ഇനിയും തല ഉയരത്തില്ല. സ്തോത്രം. പലരും ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുക, ഇനിയെങ്കിലും നിന്റെ തല ഉയരല്ലെന്ന്. അതിനാ അങ്ങനെ പറയുന്നത്. ആ പറയുന്നവൻ്റെ ഉള്ളിലെ ചിരി കണ്ടാൽ അറിയാം, പുറമേ അങ്ങനെ പറയുന്നെങ്കിലും. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവം പൈതലേ, എൻ്റെ തല എൻ്റെ ദൈവം ഉയർത്തുമെന്ന് പറഞ്ഞേ.
ഇത് എഴുതിയവന്റെ ജീവിതാനുഭവമാണ്. കണ്ണീരി ചാലിച്ചാണ് ഈ സങ്കീർത്തനത്തിന്റെ അനുഭവത്തിന്റെ ഏടുകളിൽ നിന്നും അടർത്തിയെടുത്ത മുത്തുമണികളെ ചേർത്ത് കോർത്താണ് ദാവീദ് ഈ സങ്കീർത്തനത്തിന്റെ മാല ഒരുക്കുന്നത്. സ്വത്രം, ഹല്ലേലൂയ. നോക്കിക്കേ, എന്താ പറയുന്നതിന്റെ കാര്യം അറിയാമോ? ഒരുത്തൻ പറഞ്ഞ് പുറകെ നടന്ന് പൂഴിവാരി എറിഞ്ഞ് ശപിക്കുക, പ്രീസറോട് നീജ പോ എന്ന് പറഞ്ഞ് അവിടെ വായിക്കുന്നത് അവൻ തലയിൽ മുണ്ടിട്ട്, ആര്? ദാവീദ് തലയിൽ മുണ്ടിട്ട് കുനിഞ്ഞ് തല കുനിച്ച് അവൻ മലഞ്ചരിവിലൂടെ നടന്നു. ദാവീദിനോട് ദൈവം പറയാ, നിന്റെ തല ഞാൻ ഉയർത്താം. ഈ വിളിച്ചു പറയുന്നവനും ഈ വിളിച്ചു പറയാൻ ഏൽപ്പിച്ചവനും അവന്റെ കൂട്ടരും ഒക്കെ നശിച്ചു പോകുമ്പോൾ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവവേദിലേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നിന്റെ തല ഉയർത്തി പിടിപ്പിക്കാൻ എന്റെ ദൈവം മതിയായ ദൈവമാ. ആരെല്ലാം നിന്റെ തല താഴ്ത്താൻ നോക്കട്ടെ, നിന്റെ തല ഉയർത്തുന്ന ഒരു ദൈവം നിനക്കുണ്ട്. പലരും ചില ചോദ്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ അറിയാതെ ഒന്ന് തല താഴ്ത്തുവോ ഒന്ന് തല മാറ്റുവോ ഒക്കെ ചെയ്യാറുണ്ട്. ചില ചോദ്യങ്ങൾ വേദനിപ്പിക്കാറുണ്ട്. ചിലർക്കൊക്കെ പെട്ടെന്ന് ഭാരമുളവാക്കാറുണ്ട്. അത് മക്കളുടെ വിവാഹ കാര്യമോ, സ്വഭാവിയോടുള്ള ബന്ധത്തിൽ നടക്കാതെ പോയ കാര്യങ്ങളോ, ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങളോ, എത്തപ്പെടാൻ പറ്റാതെ പോയ അതെന്താ അന്ന് അങ്ങനെ ചെയ്യാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് പലതും ഓർത്ത് അപ്പോൾ ആ ചോദ്യങ്ങളുടെ നടുവിൽ ഒന്നി തല മാറ്റുകയോ തല കുനിക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വന്നിട്ടില്ലേ? ഇല്ലേ? എന്നാൽ ഇന്ന് പകൽക്കാലം പറ, എൻ്റെ ദൈവം തല ഉയർത്താൻ അനുവദിക്കുമെന്ന് പറഞ്ഞേ, ധൈര്യത്തോട് പറ, എൻ്റെ ദൈവം തല ഉയർത്താൻ എന്നെ അനുവദിക്കുമെന്ന് പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ചോദ്യങ്ങളുടെ നടുവിൽ ആൻസർ തരുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾ തല ഉയർത്തി നടക്കും, തല താഴ്ത്തി നടക്കേണ്ടി വരത്തില്ല. വിശ്വാസത്തോടെ പ്രഖ്യാപിക്കാം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊട്ടാരം വിട്ട് ഓടേണ്ടി വന്നവൻ അവൻ പറയാ, എൻ്റെ തല ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. എനിക്ക് രക്ഷയില്ലെന്ന് പറഞ്ഞ് എന്നെ പരിഹസിക്കുന്നവരുടെ നടുവിൽ, എന്നെ ഓടിക്കുന്നവരുടെ നടുവിൽ എൻ്റെ തല എൻ്റെ കർത്താവ് ഉയർത്തുമെന്ന്. എന്റെ ദൈവം എന്റെ തല ഉയർത്തുന്ന ദിവസങ്ങളുണ്ട്. ചോദ്യചിഹ്നങ്ങൾക്ക് ആൻസർ ചിഹ്നം ആക്കി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അതിനെ പ്രൈസ് ദി ലോർഡ് പല ചിഹ്നത്തെ ഒരു ആൻസർ ചിഹ്നമാക്കി മാറ്റുന്ന, ഹല്ലേലൂയ, സിംബലാക്കി മാറ്റുന്ന ഒരു ദൈവം നിനക്കുണ്ടെന്ന് ധൈര്യത്തോടെ പ്രഖ്യാപിക്കട്ടെ. ഓ ഹല്ലേലൂയ. പലരും പറയുന്നു നിനക്ക് രക്ഷയില്ലെന്ന്. ഇന്ന് കാലം നീ പറയരുത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നീ പറയണം, എന്റെ തല ദൈവം ഉയർത്തു, എന്റെ തല ദൈവം ഉയർത്തു. കുഞ്ഞുങ്ങളെല്ലാവരും അക്കരകളൊന്ന് തട്ടി ദൈവത്തെ ആരാധിച്ചാട്ടെ. ദൈവത്തെ അല്പസമയം ഒന്ന് ആരാധിച്ചാട്ടെ. ഞാൻ പാട്ടൊന്നും പാടുന്നില്ല. ഇവിടെ ആത്മനിറവിൽ ദൈവത്തെ ആരാധിച്ച ചില വിടുതലുകൾ ഏറ്റെടുത്താട്ടെ. ഓ, ചില ചണമ പൊട്ടുന്നത് പോലെ നിന്റെ ജീവിതത്തെ കെട്ടിയ, അല്ലെ മാനസികമായി കെട്ടിയ, ഹല്ലേലൂയ, പ്രൈസ്, ആത്മീയമായി നിന്നെ കെട്ടിയ ചില കെട്ടുകളെ നീ പൊട്ടിക്കുകയാ. ആത്മീയമായി നിന്നെ കെട്ടിവെച്ചിരിക്കുന്ന ചില കെട്ടുകളെ പൊട്ടിക്കുകയാ. ആത്മനിറവിൽ ശക്തിയോടെ ആരാധിച്ചാട്ടെ. ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറ, ദൈവം എന്റെ ദൈവമാ. ആമേൻ, 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 ആമേൻ. നമ്മുടെ ചിന്താഗതികൾ മാറട്ടെ. നമ്മുടെ ജീവിതത്തിലെ അത്ഭുതങ്ങളെ ഇന്ന് പകൽക്കാലം കാണട്ടെ. ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങളെ കാണട്ടെ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സഭയിൽ എൻ്റെ ദൈവജനത്തെ ഇങ്ങനെ പ്രചോദിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നടക്കാത്ത എത്ര അത്ഭുതങ്ങൾ ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞെന്നറിയാമോ? നടക്കില്ലെന്ന് പറഞ്ഞ എത്ര കാര്യങ്ങളുടെ വിടുതലുകൾ കാണാൻ കഴിഞ്ഞെന്നറിയാമോ? ഹല്ലേലൂയ. നിങ്ങളുടെ മനസ്സിനെ കുരുടാക്കുന്ന ഒരു പൈശാചിക ശക്തി വ്യാപരിക്കുമ്പോൾ നിങ്ങളുടെ നാവ് പോലും ചിലപ്പോൾ നെഗറ്റീവ് പറഞ്ഞ് ആ എനർജി നിന്റെ വീട്ടിലേക്ക് കയറരുത്. ഇന്ന് പകൽക്കാലം ദൈവത്തോട് ചേർന്ന് വിശ്വാസത്തിന്റെ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് ധൈര്യത്തോട് പറ, അച്ഛാ ദൈവം പ്രവർത്തിക്കുമെന്ന് പറ, ദൈവത്തിന്റെ കരം ചലിക്കുമെന്ന് പറ. ഗ്ലോറി, ഹല്ലേലൂയ, 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 ഗ്ലോറി. പലരും പലതും പറയുന്നു.
നീ പറയരുത് ഹല്ലേലൂയ നിനക്ക് കഴിവില്ലെന്ന് പറയരുത്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് അസാധ്യമെന്ന് നീ പറയരുത്. നീ ബാലനെന്ന് നീ പറയരുത്. ദൈവത്തിന് നിന്നെ വേണമെങ്കിൽ പ്രൈസ് ദി ലോർഡ് അത് ഏത് പ്രായമാണെന്ന് ദൈവത്തിന് വിഷയമല്ല, ഏത് സമയമാണെന്നുള്ളത് ദൈവത്തിന് വിഷയമല്ല. ദൈവം കൈകളിൽ എടുക്കും. അതുകൊണ്ട് പറയണം പ്രൈസ് ദൈവം എന്റെ മഹത്വമാണ്, ദൈവം എന്റെ മഹത്വമാണ്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ദൈവം എനിക്ക് ചുറ്റും പരിചയമാണ്, എന്റെ തല ഉയർത്തുന്നവനാണ്. സഹോദരി, നിന്റെ തല ഉയർത്താൻ ദൈവം ആഗ്രഹിച്ചാൽ ആർക്കും പിടിച്ചു താഴ്ത്താൻ പറ്റത്തില്ല. നീ തല ഉയർത്തി തന്നെ നിൽക്കുമെന്ന് പറഞ്ഞേ. ഓ ഗ്ലോറി 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 ഗ്ലോറി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ദൈവസനെ നമുക്ക് പ്രാർത്ഥിക്കാം. കേട്ട ദൈവാലോചനയുടെ മുൻപാകെ കർത്താവേ എന്നെ സഹായിക്കണമേ, നിന്റെ ആലോചനകളാൽ എന്നെ നടത്തണമേ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് കൈക്കൊള്ളണമേ. ഇവിടെ ഹല്ലേലൂയ മഹത്വം കണ്ടു നടക്കാൻ, മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഒന്ന് പ്രാർത്ഥിക്കാം ഒരു നിമിഷം. ഹല്ലേലൂയ. കർത്താവേ പറഞ്ഞു പോയ നെഗറ്റീവുകൾ ക്ഷമിക്കണമെന്ന് പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നടക്കുമെന്ന് വിശ്വസിക്കാൻ ഇന്ന് പകൽക്കാലം നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുക. ചിലപ്പോൾ ഇന്ന് പകൽക്കാലം എനിക്ക് ഈ ദൂത് ദൈവം നൽകിയത് ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് വേണ്ടിയാണ്. ചിലരുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കാൻ, അവരെ ഒന്ന് ധൈര്യപ്പെടുത്താൻ, ദൈവത്തിന്റെ ചില അത്ഭുതങ്ങൾ അവരുടെ മുൻപിൽ കാണാൻ. യെസ്, ദൈവം ചെയ്യട്ടെ, ദൈവം ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രൈസ് കേട്ട ദൈവാലോചനയുടെ മുൻപാകെ ധ്യാനിച്ചുകൊണ്ട് പ്രൈസ് സഹോദരന്മാരാരെങ്കിലും ഒരാൾ ചുരുക്കമായി പ്രാർത്ഥിച്ചാട്ടെ. ആരെങ്കിലും പ്രാർത്ഥിച്ചാട്ടെ. സ്നാന ശുശ്രൂഷകളും തുടർന്നുള്ള ശുശ്രൂഷകളൊക്കെയും കഥാവേ ഹല്ലേലൂയ കഥാവേ ഹല്ലേലൂയ ഞങ്ങൾ പങ്കുചേരുവാനും തുടർന്ന് അങ്ങേ ആരാധിപ്പാനും കഥാവേ വചനത്തിന്റെ മുമ്പിലടികൾക്കായിരിക്കാനും ഒക്കെ സഹായിച്ചതിനായി നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. നീ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. അതുകൊണ്ട് എൻ്റെ കൊമ്പ് ബഹുമാനത്തോട് ഉയർന്നിരിക്കും. ദുഷ്ടൻ കണ്ട് വ്യസനിക്കും, ദുഷ്ടൻ പല്ല് കടിച്ചുരുകി പോകും, ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. കഥാവേ ഹല്ലേലൂയ ഞങ്ങളുടെ തല ഉയർത്തുന്നവനായി, ഞങ്ങളുടെ പരിചയമായി, ഞങ്ങളുടെ മഹത്വമായി ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന ഞങ്ങളുടെ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അല്ലെ സുഷയുവാൻ കർത്താവേ അഭിഷിക്തന്മാരെ ബലപ്പെടുത്തിയല്ലോ, അങ്ങയുടെ കൃപ കൂടെ ഇരുന്നല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. തുടർന്ന് നടക്കുന്ന കർത്താവേ ഹല്ലേലൂയ മഹത്വരമായ ശുശ്രൂഷ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്വർഗം ഹല്ലേലൂയ ആമേൻ പ്രസാദിക്കണം, സ്വർഗം ഞങ്ങളെ അനുഗ്രഹിക്കണം. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യമുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾ ഇതിന് യോഗ്യതയുള്ളവരല്ല കർത്താവേ, ഇത് കൈ നീട്ടുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരല്ല. പിന്നെയോ അങ്ങയുടെ രക്തത്താൽ, അങ്ങയുടെ രക്തം ഞങ്ങൾക്ക് തന്നു കർത്താവേ. അങ്ങയുടെ രക്തം ഞങ്ങളെ ശുദ്ധീകരിച്ചു കർത്താവേ, ഞങ്ങളെ യോഗ്യരാക്കിയ അങ്ങയുടെ കൃപയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. പാസ്റ്ററിനെ ബലപ്പെടുത്തിക്കാട്ടെ. ആമീൻ. ദൈവകൃപയാൽ നിർത്തണമേ കർത്താവേ. കടന്നു വന്ന ജനത്തെ അനുഗ്രഹിക്കണമേ. ആർക്കും ഇത് ദ്രോഹത്തിനോ കർത്താവേ വിഷമത്തിനോ കർത്താവേ ഒന്നുമായി തീരാതെ, പിന്നെയോ അനുഗ്രഹത്തിനും ആശ്വാസത്തിനും കർത്താവേ ഹല്ലേലൂയ രോഗസൗഖ്യങ്ങൾക്കും ഹല്ലേലൂയ കർത്താവേ നിത്യതയിലേക്ക് എത്തുവോളം ഉള്ള കൃപയായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കട്ടെ. സകല മഹത്വം അങ്ങേക്ക് തരുന്നു, സകല പുകഴ്ച അങ്ങേക്ക് തരുന്നു, സകല ആരാധന അങ്ങേക്ക് തരുന്നു. അപ്പാ യേശു ക്രിസ്തുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ കർത്താവിൻ്റെ തിരുമേശയോടുള്ള ബന്ധത്തിൽ നാം ദൈവസന്നിധിയിലൂടെ അടുത്ത് വരികയാണ്. ഇന്ന് ആദ്യമായി കർത്തൃമേശ എടുക്കുന്ന പ്രിയ രൂപേനുള്ളതുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ ഉപദേശപരമായി ആദ്യം ഓർപ്പിച്ച ശേഷം മുൻപോട്ട് കിടക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. കർത്താവിൻ്റെ തിരുമേശ എന്ന് പറയുന്നത് കർത്താവിൻ്റെ തിരുവചനത്തിൽ സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളിൽ 7 എണ്ണത്തിൽ കാർമ്മീയ ശുശ്രൂഷകൾ 2 എണ്ണമാണുള്ളത്. ഒന്ന് സ്നാനവും, 2 കർത്താവിൻ്റെ തിരുമേശയും. ബാക്കിയെല്ലാം വിശ്വാസപരമായ ഉപദേശപരങ്ങളായ കാര്യങ്ങളാണ്. കാർമ്മീയ ശുശ്രൂഷകൾ 2 എണ്ണമാണുള്ളത്. അതിലൊന്ന്
ക്രിസ്തുവിനോട് ചേരുവാനാണ്. പ്രൈസ്. 2, ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശീകരണത്തെ ധ്യാനിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമതായിട്ട് പ്രിയ മോൻ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്, എന്തിനാ കർത്തൃമേശ നടത്തുന്നത്? സ്തോത്രം. കർത്തൃമേശ നടത്തുന്നത് എന്തിനാണ് ചോദിച്ചാൽ, പ്രൈസ് ദി ലോർഡ് മാസത്തിൽ ഒന്നെങ്കിലും നടത്തിയില്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും ഓർക്കുമല്ലോ എന്ന് ചിന്തിച്ചല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഈ കർത്താവിൻ്റെ തിരുമേശ നടത്തുന്നത് പ്രൈസ് ദി ലോർഡ് കാൽവറി ക്രൂശിനെ ധ്യാനിക്കാനാണ്. കർത്താവ് പറഞ്ഞൊരു കാര്യം, ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യൽ. എന്ത് ഓർമ്മയാ? കർത്താവ് കടലിന്മേൽ നടന്നതിനെ കുറിച്ച് ഓർമ്മയല്ല, കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ഓർമ്മയല്ല, കർത്താവ് മുടന്തനെ നടത്തിയ ഓർമ്മയല്ല. പിന്നെ എന്തോർമ്മ? കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവിൻ്റെ ആ ക്രൂശ് മരണത്തെ ഓർക്കുന്നതാണ്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കർത്തൃമേശയുടെ സന്ദർഭത്തിൽ ചിലർ അവരുടെ പാപത്തെ ഓർത്തുകൊണ്ടിരിക്കും. കർത്താവ് കഴിഞ്ഞ ആഴ്ച ചെയ്തത്, കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തത്, ഇതെല്ലാം ഓർത്ത് ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പവുമായിട്ട് അടുത്ത് വരുന്നത് അതങ്ങ് എടുക്കും. അങ്ങനല്ല. പ്രൈസ് ദി ലോർഡ്. അതൊരു വാക്കിൽ പ്രാർത്ഥിച്ച് ശുദ്ധീകരണം പ്രാപിച്ചിട്ട് പിന്നെ എന്ത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം? കാൽവരി ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് പാപത്തെ ഓർത്തുകൊണ്ടിരിക്കാനുള്ളതല്ല ഇത്. പ്രൈസ്. പിന്നെ എന്തിനെ ഓർക്കാൻ? ചിലരിങ്ങനെ സ്വോത്രം മാത്രം പറഞ്ഞ് വേറെ എവിടെയെങ്കിലും ചിന്തിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. സ്വോത്രം മാത്രം പറഞ്ഞ് ഇങ്ങനെ എന്തേലും ചിന്തിച്ചിരിക്കും. പ്രൈസ്. എന്നിട്ട് കർത്തൃമേശയുമാൻ അത് എടുക്കരുത്. നീ എന്തോർത്തിട്ടേ എടുക്കാവൂ? കാൽവരി ക്രൂശിനെ ധ്യാനിച്ചിട്ടേ എടുക്കാവൂ. അതാണ് പറയുന്നത്, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. പ്രൈസ് ദി ലോർഡ്. അല്ല, പിന്നെ പറയുന്നൊരു കാര്യം, അയോഗ്യമായി നിങ്ങൾ ഈ അപ്പം തിന്നുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ. പ്രൈസ്. അയോഗ്യം എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടുന്ന, പ്രൈസ് ദി ലോർഡ്, മലയാളത്തിൽ തന്നെ ചുരുക്കി ഇങ്ങനെ പറയാറുണ്ട്, ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷിയോടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം മുൻപാകെ വരുമ്പോൾ പ്രൈസ് ദി ലോർഡ് കുറ്റം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് കർത്താവിൻ്റെ മേശയിലേക്ക് പങ്കെടുക്കാവൂ എന്നർത്ഥം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാപം ചെയ്യുകയും കർത്തൃമേശ എടുക്കുകയും ചെയ്താൽ അതിന് ശിക്ഷാവധി ഉണ്ടാകുമെന്ന് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സണ്ണിപ്പാസോ ജിജിപ്പാസോ അല്ല പറഞ്ഞ്, സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവവചനം പറയുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിൻ്റെ തിരുമേശ എടുക്കുമ്പോൾ ഹല്ലേലൂയ ശുദ്ധീകരണം അനിവാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അപ്പ വീഞ്ഞുകളുണ്ട്. 2 കാര്യങ്ങളാണ്. 1 അപ്പവും 2 വീഞ്ഞും. പ്രൈസ് ദി ലോർഡ്. ഇത് 2 കാര്യത്തെയാണ് വിളിച്ചറിയിക്കുന്നത്. 1 കർത്താവിൻ്റെ തിരുശരീരത്തെ വിളിച്ചറിയിക്കുന്നു. 2 കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തെ ഈ ഹല്ലേലൂയ പ്രൈസ് വീഞ്ഞ് വിളിച്ചറിയിക്കുന്നു. അതുകൊണ്ടാണ് അപ്പവും വീഞ്ഞും ഇല്ലാതെ കർത്തൃമേശ നടത്താൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, ഈ കർത്താവിൻ്റെ തിരുമേശ പ്രൈസ് അപ്പവും വീഞ്ഞും എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ശരീരത്തെയും കർത്താവിൻ്റെ രക്തത്തെയും കാണിക്കുന്നു എന്ന് കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ കൃത്യമായി വായിക്കുന്നുണ്ട്. ഇവിടെ ഈ അല്പം കൂടെ കഴിയുമ്പോൾ പ്രൈസ് ദി ലോർഡ് ക്രൂശീകരണത്തെ ധ്യാനിക്കുന്ന ഒരു പാട്ട് പാടാൻ ഞാൻ പറയുമ്പോൾ പ്രിയപ്പെട്ടവർ പാടും. അതിനുശേഷം കർത്താവിൻ്റെ ദാസൻ പ്രൈസ് ദി ലോർഡ് ക്രൂശീകരണത്തിൻ്റെ ഭാഗത്തെ ഏതെങ്കിലും മത്തായിയുടെ ഭാഗത്തോ മർക്കോസിൻ്റെ ഭാഗത്തോ യെശയ്യാ പ്രവചനത്തിലോ സങ്കീർത്തനം 22 ഇങ്ങനെയുള്ള വിവിധ ഭാഗങ്ങളിൽ ക്രൂശീകരണത്തെക്കുറിച്ചുള്ള ഭാഗങ്ങളുണ്ട്. അതിൽ മത്തായിയുടെ ഭാഗത്ത് നിന്ന് കർത്താവിൻ്റെ ദാസൻ വായിക്കും. എല്ലാ ഭാഗവും ഇന്ന് വായിക്കണമെന്നില്ല. പ്രൈസ് ഏതെങ്കിലും ഒരു വേദഭാഗം വായിച്ചാൽ മതി. എന്തിനാ വായിക്കുന്നതെന്നറിയാമോ? അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആ ക്രൂശിന്റെ അടുത്തോട്ടൊന്ന് ചെല്ലണം. അത് വായിച്ചില്ലേലും കർത്തൃമേശ ഇവിടെ നടത്താം, ഈ പാട്ട് പാടിയില്ലേലും കർത്തൃമേശ ഇവിടെ നടത്താം. പിന്നെ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്നറിയാമോ? ആ സന്ദർഭത്തിൽ ആളുകൾ ഇരുന്ന് ക്രൂശിനെ ധ്യാനിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചും ചിരിച്ചും ഇരുന്നിട്ട് കർത്താവിന്റെ മേശയുമേൽ കൈകളെ നീട്ടരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ആദ്യമായി കർത്തൃമേശ എടുക്കുന്ന ഒരു മോനുള്ളത് കൊണ്ടാണ്, ഒരു പ്രാവശ്യം ഈ ഉപദേശം അവൻ കേൾക്കണം. അതുകൊണ്ടാണ് ഞാൻ വളരെ കൃത്യമായി ഇത് ഓർപ്പിക്കാൻ ഇടയാകുന്നത്. ദൈവം ഇതില് അതിന് കർത്താവ് മോനെ ദൈവം ഇടയാക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും അതിനിടയാക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, കാളകളുടെയും ആടുകളുടെയും രക്തം കൊണ്ട് മനുഷ്യവർഗത്തെ വീണ്ടെടുക്കാൻ കഴിയാതിരുന്നപ്പോൾ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന അവസാനത്തുള്ളി രക്തം വരെയും മൂറ്റിത്തന്ന കർത്താവിനെ ഒന്ന് കാണുവാനാണ് കർത്താവിന്റെ തിരുമേശ. പ്രൈസ് ദി ലോർഡ്. ഇത് മാത്രമല്ല, ഇത് കർത്താവിനോടുള്ള കൂട്ടായ്മയാണ്. ചിലർ കർത്തൃമേശ എടുക്കത്തേ ഇല്ല, മാറി അങ്ങിരിക്കും. അങ്ങനെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവർ കർത്തൃമേശ ഒന്ന് മാറിയിരിക്കാനും പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് ക്രമീകരണത്തോടെ വരണം. അതിനാണല്ലോ സഭ. പ്രൈസോ ക്രമീകരിച്ച് വന്ന് കർത്തൃമേശയിൽ പങ്കെടുക്കണം. അല്ലേ? അതുകൊണ്ട് കർത്തൃമേശയിൽ നിന്ന് ആരോട് കൂട്ടായ്മയ്ക്കാണ്?
ആരോട് കൂട്ടായ്മയ്ക്കാണ്? കർത്താവിനോടുള്ള കൂട്ടായ്മയ്ക്കാണ്. അപ്പം ഒന്നാകൊണ്ട് പലരായ നമ്മൾ ഒരു ശരീരമാകുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ തമ്മിലുള്ള ഒരു കൂട്ടായ്മയുടെയാ. ഒന്ന് കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയാണ്, രണ്ട് നമ്മൾ തമ്മിലുള്ള ഒരു കൂട്ടായ്മയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അതുകൊണ്ടാണ് ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കാൻ, ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിപ്പാൻ കർത്താവ് നമ്മളെ അനുവദിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കുമ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞതുപോലെ ക്രൂശിനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ക്രൂശീകരണത്തെ ധ്യാനിക്കുന്ന ഒരു പാട്ടിന്റെ അടികൾ പാടിയാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ ദൈവവചനത്തിൽ നിന്ന് പ്രിയത അച്ഛൻ വായിക്കുന്നതായിരിക്കും മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 39 മുതലുള്ള വേദഭാഗം. വായിച്ചു. കടന്നു പോകുന്നവർ തലകുലുക്കി അവനെ ദുഷിച്ചു. മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്ക, ദൈവപുത്രൻ എങ്കിൽ ക്രൂസിൽ നിന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പരിഹസിച്ചു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയില്ല. അവൻ ഇസ്രായേലിന്റെ രാജാവാകുന്നുവെങ്കിൽ ഇപ്പോൾ ക്രൂസിൽ നിന്ന് ഇറങ്ങി വരട്ടെ, എന്നാൽ ഞങ്ങൾ അവൻ വിശ്വസിക്കും. അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, അവൻ ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടുവിക്കട്ടെ. ഞാൻ ദൈവപുത്രൻ എന്ന് അവൻ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അവനോട് കൂടെ ക്രൂശിച്ചിരുന്ന കള്ളന്മാരും അവനെ നിന്ദിച്ചു. 6 മണി മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9 മണി നേരത്ത് ഏലി ഏലി ലമ്മ ശബ്ദാനി എന്ന് ഉറക്കെ നിലവിളിച്ച്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന് അർത്ഥം. അവിടെ നിന്നിരുന്നവരിൽ ചിലർ അത് കേട്ടിട്ട് അവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അതിലൊരുത്തൻ ഓടി വന്ന് ഒരു സ്പോങ് എടുത്ത് പുളിച്ച വീഞ്ഞി നിറച്ച ഓടത്തണ്ടിന്മേലാക്കി അവനെ കുടിപ്പാൻ കൊടുത്തു. ശേഷമുള്ളവർ നിൽക്ക, ഏലിയാവ് അവനെ രക്ഷിപ്പാൻ വരുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ചു, പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ ശീല പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവമേ, യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ സഹിച്ച പങ്കപ്പാടുകളെ ഒരു നിമിഷം ഒന്ന് ധ്യാനിച്ചാൽ, ഗത്സമനയുടെ പൂങ്കാവനത്തിൽ വെച്ച് യേശുവിനെ പിടിച്ചിടം മുതൽ കാൽവരിയുടെ കൊലക്കളം വരെ നടത്തിയ ക്രൂരമായ പീഡനങ്ങൾ ലോകത്തിലെ ഒരു ദൃശ്യമാധ്യമങ്ങൾക്കും പകർത്താൻ കഴിയാത്തതാണ്. ലോകത്തെ ഒരു മനുഷ്യവർഗത്തിനും കാണാൻ കഴിയാത്തതാണ്. അന്ന് രാത്രി പല കോടതികൾ വിസ്തരിച്ചിട്ട് ഒരു കുറ്റവും ചെയ്തില്ല എന്ന് മനസ്സിലാക്കിയിട്ടും യഹൂദന്മാർ അവനെ ക്രൂശിക്ക എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അവനെ അടിപ്പിച്ച ശേഷം വിട്ടയക്കാമെന്ന് പൈലാത്തോസ് വിചാരിച്ചു. അടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പ്രീസറോട് ചാട്ടവാറ് കൊണ്ടുള്ള അടിയാണ്. ഒരു മനുഷ്യനെ റോമൻ നിയമം അനുസരിച്ച് 40 അടി അടിച്ചാൽ പിന്നെ അടിക്കാൻ ഒക്കത്തില്ല. പിന്നെ ഒരിക്കലും അവൻ എന്ത് തെറ്റ് ചെയ്താലും അടിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് യേശുവിന്റെ ശരീരത്ത് 39 അടി പ്രീസറോട് നൽകുകയാണ് ചെയ്യുന്നത്. അജാനുബാഹരായ 2 പേർ അപ്പുറവും ഇപ്പുറവും നിന്നിട്ട് റോമൻ ഒട്ടകത്തോല് കൊണ്ട് നിർമ്മിച്ച ചാട്ടവാറിന്റെ തുമ്പിൽ ഈയ കട്ടകളും ഇരുമ്പാണികളും തറച്ച് അടിച്ചു വെച്ചിട്ട് പ്രീസറോട് യേശുവിന്റെ കൈകൾ രണ്ടും മുകളിലേക്ക് വലിച്ചു കെട്ടി നിർത്തും. അപ്പോൾ തറയിൽ കാല് മുഴുവൻ ഉറച്ചു നിൽക്കത്തില്ല, ഒന്ന് കുന്തിളിച്ചു മാത്രമേ യേശുവിന് നിൽക്കാൻ കഴിയത്തുള്ളൂ. ആ ഉപ്പുകുറ്റി 2 ഭാഗവും പൊങ്ങി നിൽക്കും. കാരണം കാല് പോലും നിലത്തുറയ്ക്കാതെ അവനെ ഇങ്ങനെ കെട്ടി
തൂക്കിയിട്ടിരിക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന റോമൻ പട്ടാളക്കാരൻ 1 എന്ന് പറയുമ്പോൾ ഒരൊറ്റ അടിയാണ്. ആ അടി യേശുവിന്റെ ശരീരത്തേക്ക് വന്ന് ആഞ്ഞു തറയ്ക്കുകയാണ്. ആ ചാട്ടവാറിന് നീളമുള്ളത് കൊണ്ട് അത് ചുറ്റി അങ്ങ് പിടിക്കും. പ്രൈസ് ദി ലോർഡ്. ഈയക്കട്ടുകളും ഇരുമ്പ് കഷ്ണവും യേശുവിന്റെ ശരീരത്തോട്ട് തുളച്ചു കയറും. തുളച്ചു കയറുന്ന ആ ചാട്ടവാറ് തിരിച്ചെടുത്ത് സാവധാനം ഊരിയല്ല അവരെടുക്കുന്നത്. ആ ചാട്ടവാറിന്റെ പിടിയിൽ പിടിച്ചൊരൊറ്റ വലിക്കുന്നത്. വലിക്കുമ്പോൾ അവിടുത്തെ മാംസ കഷ്ണങ്ങൾ അടർന്ന് കീറി ആ ശരീരം മുറിവേൽക്കുകയാ. അത് കണ്ടിട്ടാണ് പ്രവാചകൻ പറഞ്ഞത്, അവന്റെ ശരീരം ഉഴവ് ചാലുപോലെയായത്. ഒരു കാള കലപ്പ വെച്ച് വയലിൽ ഉഴുമ്പോൾ കീറിപ്പോകത്തില്ലേ, അതുപോലെ ആ ശരീരമായി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ 39 പ്രാവശ്യം അടിച്ചപ്പോൾ ആ ശരീരത്ത് മാംസങ്ങൾ ശേഷിക്കാതെ വണ്ണം ആ ശരീരം മുഴുവൻ വിരൂപമായി തീർന്നു. അല്ലെ, ക്രൂരത അവസാനിക്കാഞ്ഞിട്ട് അവർ അവനെ നിലത്ത് കിടത്തിയിട്ട് യേശുവിന്റെ മുഖത്തെ രോമങ്ങൾ പിഴുതെടുക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, നിങ്ങളുടെ കൈത്തണ്ടയിൽ ഒരു ചെമ്പൻ രോമമില്ലേ, അതേൽ മറ്റേ കൈ കൊണ്ട് ഒന്ന് പിടിച്ചു നോക്കിക്കേ, തലവരെ ഇരച്ചു കയറുന്ന ഒരു വേദന നിങ്ങൾ അനുഭവിക്കാറുണ്ടില്ലേ? കയ്യിലെ ആ ചെമ്പൻ രോമത്തേൽ ഒന്ന് പിടിച്ചാൽ തലവരെ ഇരച്ചു കയറുന്ന വേദന നമ്മൾ അനുഭവിക്കുന്നെങ്കിൽ, കട്ടിയുള്ള മുഖത്തെ രോമം ഒരെണ്ണം പിഴുതെടുത്താൽ ഉണ്ടാകുന്ന പിടയുന്നൊരു വേദനയുണ്ട്. അത് പിഴാനക്കൊണ്ട് പിടിച്ചാൽ കയ്യിൽ നിന്ന് തെന്നിപ്പോകുന്നത് കൊണ്ട് രോമത്തോട് ചേർന്നൊരു നാണയം പിടിക്കും. നാണയത്തെ രോമം അമർത്തി പിടിച്ചിട്ട് ആ മുഖത്ത് നിന്ന് വലിച്ചു പറിച്ചെടുക്കുകയാണ് അവർ ചെയ്യുന്നത്. എന്റെ യേശുവിനെ അടിച്ച് മുറിവേൽപ്പിച്ച് മുഖത്തെ രോമങ്ങൾ പിഴുതെടുത്തും രക്തത്തിൽ കുളിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അകത്തേക്ക് കൊണ്ടുപോയ മനുഷ്യനാണോ എന്നറിയാൻ വയ്യാതെ വന്നു. അവൻ വിരൂപനായിരുന്നു. അതുകൊണ്ടാണ് പീലാത്തോസിന്റെ ഒരു പ്രയോഗം അവിടെ കാണാം, ആ മനുഷ്യൻ ഇതാ. ഇവർക്ക് മനസ്സിലായില്ല അകത്തോട്ട് കൊണ്ടുപോയ യേശുവാണോ ഈ കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു. എന്നിട്ടും വിട്ടുകൊടുത്തില്ല. പ്രൈസ് ലോർഡ്. പച്ച പൈൻമരക്കുരിശ് യേശുവിന്റെ തോളിൽ കൊടുത്ത് വീണ്ടും അടിച്ചും എഴുന്നേൽപ്പിച്ചും നടത്തിയും പിടിച്ചും കൊണ്ടുവന്ന് കാൽവറിയുടെ കുലക്കളത്തിൽ ഇടുകയാണ്. ഹല്ലേലൂയ, സ്തോത്ര. കാൽവറിയുടെ കുലക്കളത്തിൽ കാലിലും പാണികൾ 2 കൈകളിൽ വെച്ച് ആഞ്ഞു തറച്ചടിച്ചു കയറ്റി. അവൻ രാജാവെന്ന് പറഞ്ഞത് കൊണ്ട് കൂർത്തുമൂർത്ത മുള്ളുകളുള്ള മുൾക്കിരീടം യേശുവിന്റെ തലയിൽ അടിച്ചു. ഒരു ചരിത്രകാരൻ എഴുതിയിരിക്കുന്നത്, തലയിലടിച്ച ആ മുള്ള് ഒരെണ്ണം തല പിളർന്ന് കണ്ണിന്റെ അവിടെ വരെ എത്തിച്ചേർന്നെന്നാണ്. അങ്ങനെയെങ്കിൽ ആ മുള്ളുകൾ തലയിൽ തറച്ചത് എത്രമാത്രം മുറിവുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. കാലുകളിലും കാലിലും ബാണികൾ തറച്ച് യേശുവിനെ കാൽവറിയിൽ ക്രൂശിക്കുന്ന രംഗം ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഓർക്കാൻ കഴിയുമോ? തൊട്ടാവാടി മുള്ളോ, ഹല്ലേലൂയ, മറ്റെന്തെങ്കിലും ചെറിയ ഒരു കാര്യം കയ്യിൽ കൊണ്ടാൽ സെറ്റീപ്പൻ കൊണ്ട് വളരെ സൂക്ഷ്മതയോടെ സൂക്ഷിച്ചു നോക്കിയെടുക്കുന്ന, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അത്രയിടം മരവിപ്പിച്ചിട്ട് ആ പൊടി എടുത്തു കളയാൻ ശ്രമിക്കുന്ന നമ്മുടെ മനസാക്ഷിയിലേക്ക് യേശു അനുഭവിച്ച പങ്കപ്പാടുകളെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. യേശു സഹിച്ച പങ്കപ്പാടുകളെ ഓർത്തു നോക്കിക്കേ. പാപത്തിന്റെ കരിക്കമ്പളത്തിൽ നിന്ന് തൂമഞ്ഞിന്റെ വെണ്മയിലേക്ക് മനുഷ്യവർഗത്തെ കൊണ്ടുവരുവാൻ കാൽവരി ക്രൂശിലേശു യാഗമായി തീരുകയായിരുന്നു. ആടുകളുടെ രക്തം കൊണ്ട്, കാളകളുടെ രക്തം കൊണ്ട് മനുഷ്യവർഗത്തിന് വിമോചനമില്ലാതിരുന്നപ്പോ പാപമില്ലാത്തവനായി ഇവിടെ വന്ന് പാപമില്ലാത്തവനായി ജീവിച്ച് പാപമില്ലാത്തവനായി കാൽവരി ക്രൂശിൽ മരിച്ച പാപരഹിതമായ രക്തം നമുക്ക് വേണ്ടി കർത്താവ് ഊറ്റി തന്നില്ലേ? ഒരു നിമിഷം ആ ക്രൂശിനെ ഒന്ന് ധ്യാനിക്കാൻ കഴിയുമോ? അല്ലെ, പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ഇല്ല, പാപത്തെ ദൈവത്തെ
തീരുമാനമാണോ? ഞാൻ തീരുമാനത്തോട് പാടാം. ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാൻ. കാൽവരി ക്രൂശിനെ ഒരു നിമിഷം ധ്യാനിച്ചുകൊണ്ട് കർത്താവിന്റെ തിരുമേശയോടുള്ള ബന്ധത്തിൽ നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരികയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാൽവറിയിൽ നല്ല ഗോതമ്പുമണിയായ ക്രിസ്തു 4000 വർഷം മുൻപ് കാൽവറിയുടെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ പാണ്ഡികശാലയിൽ മറയ്ക്കപ്പെട്ടിരുന്ന ഗോതമ്പ് പ്രൈസ് ദി ലോർഡ് 2000 വർഷങ്ങൾക്ക് മുൻപ് മറിയ എന്ന നല്ല നിലത്തിലേക്ക് താഴെ വീണു. മറിയ എന്ന നല്ല നിലത്ത് മുളച്ച്, മറിയ എന്ന നല്ല നിലത്ത് നിന്ന് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കാലിത്തൊഴുത്തിൽ മുളച്ചു. കാലിത്തൊഴുത്ത് മുതൽ കാൽവറി വരെ അത് വളർന്നു. കാൽവറിയുടെ ദൈവക്രോധ ചക്കിൽ അതിനെ മെതിച്ചു പൊടിച്ച് നേരിയ മാവാക്കി തീർത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അരിമത്യയിലെ യോസേപ്പിന്റെ ഹല്ലേലൂയ ബോർമയിൽ അടക്കം ചെയ്തു. 3-ാം ദിവസം പുറത്തു വന്നിട്ട് പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്നെ ഭക്ഷിക്കുന്നവൻ മൂലം ജീവിക്കും. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് കർത്താവിന്റെ തിരുമേശയോടുള്ള ബന്ധത്തിൽ നമുക്ക് ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി എന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നല്ലോ. ആകയാൽ ഈ അപ്പത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചൊല്ലി ദൈവസന്നിധി പ്രാർത്ഥിക്കാമല്ലോ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതവും മനോഹരവുമായ ഈ സമയത്തിനായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ശരീരം ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ടതിന്റെ ഓർമ്മയ്ക്കായി ഈ അപ്പത്തെ ഞങ്ങൾ നിന്റെ തൃക്കരങ്ങളിൽ നൽകുന്നു. കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങൾക്ക് വേണ്ടി അടികൊണ്ടതിനെ, മുറിവേറ്റതിനെ, കർത്താവേ, അങ്ങയുടെ വിലാപ്പുറം കുത്തി തുളയ്ക്കപ്പെട്ടതിനെ, അല്ലെ മുൾക്കിരീടം ധരിച്ചതിനെ, കാലിലും പാടികളാൽ തറയ്ക്കപ്പെട്ടതിനെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. എന്നെ ഭക്ഷിക്കുന്നവൻ എൻ മൂലം ജീവിക്കുമെന്ന് പറഞ്ഞിരിക്കുക. ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്ന് പറഞ്ഞ് തിരുസഭയെ ഏൽപ്പിച്ചിരിക്കുക. ഈ അപ്പത്തെ അങ്ങയുടെ കരങ്ങളാൽ അനുഗ്രഹിച്ചു തരണമേ. അങ്ങയുടെ കരങ്ങളാൽ ഇതിനെ ശുദ്ധീകരിച്ചു തരണമേ. അങ്ങയുടെ കരങ്ങളാൽ ഇതിനെ അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങൾ തിരികെ പ്രാപിക്കുന്നു. കർത്താവ് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം ചെയ്യുന്നു.